എങ്ങനെ ഞാൻ ഭജിക്കേണ്ടു, എങ്ങനെ ഞാൻ വണങ്ങേണ്ടു, എങ്ങനെ ഞാൻ ഭജിക്കേണ്ടു, എങ്ങനെ ഞാൻ വണങ്ങേണ്ടു, മനസാ കാലാടിയിൽ പള്ളിക്കൊള്ളും ഭഗവാനെ പാഹി പാഹി ശ്രമവന്ന പാഹി പാഹി മേഘവന്ന പാഹി പാഹി ശ്രമവന്ന പാഹി പാഹി മേഘവന്ന ഹരിമാർത്തൻ ചലചുറ്റി പാടിയാടും കോമളനെ ഹരിമാർത്തൻ ചലചുറ്റി പാടിയാടും കോമളനെ ഗോപികൾ തൻ മനസ്സിലെ എന്നുകരും ശ്യമവന്ന പാഹി പാഹി ശ്യമവന്ന പാഹി പാഹി മേഘവന്ന പാഹി പാഹി ശ്രമവന്ന പാഹി പാഹി മേഘവന്ന പട്ടുടുത്ത കാലുകൊണ്ടു താളമിട്ടു ചാർത്തി പട്ടുടുത്ത കാലുകൊണ്ട് താളമിട്ടു വേണുനാദം മുഴക്കുന്ന ഗാനലോല നിന്നെ കാണാൻ പാഹി പാഹി ശ്രമവന്ന പാഹി പാഹി മേഘവന്ന പാഹി പാഹി ശ്രമവന്ന പാഹി പാഹി മേഘവന്ന പാട്ടുപാടി ഞാനൂർത്താൻ ഏതുരാനം മൊഴിവേണ്ടോ പാട്ടുപാടി ഞാനൂർത്താൻ ഏതുരാനം മൊഴിവേണ്ടോ ശ്രീകോവിലിൽ കാണലോടും നീലവന്ന പാഹി പാഹി ശ്രമവന്ന പാഹി പാഹി മേഘവന്ന പാഹി പാഹി ശ്രമവന്ന പാഹി പാഹി മേഘവന്ന കോടി ജന്മം നൽകിയാലും നോമ്പ് നോറ്റു ഞാനിരിക്കാൻ കോടി ജന്മം നൽകിയാലും നോമ്പ് നോറ്റു ഞാനിരിക്കാൻ ഹേതുനാമം ജപിക്കേണ്ടു രാധികതൻ ചിത്തചോര പാഹി പാഹി ശ്രമവന്ന പാഹി പാഹി
ഞാൻ ഭജിക്കേണ്ടു എങ്ങനെ ഞാൻ വണങ്ങേണ്ടു മനസാം പാലാഴിയിൽ പള്ളി കൊള്ളും ഭഗവാനേ പാഹി പാഹി ശ്യാമവർണ്ണ പാഹി പാഹി മേഘവർണ്ണ പാഹി പാഹി ശ്യാമവർണ്ണ പാഹി പാഹി മേഘവർണ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ ഭഗവാന്റെ മോഹനമായ ലീലകൾ വർണ്ണിക്കുകയാണ് ശ്രീ ശബ്ദമുഷി. എവിടെ പറഞ്ഞ് അവസാനിപ്പിക്കും, എവിടെ തുടങ്ങുമെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെയാണ് കൃഷ്ണലീലകളുടെ ഒരു മഹിമ. എത്ര കാലമായിട്ട് പറഞ്ഞാലും വീണ്ടും വീണ്ടും പറയുമ്പോൾ ഒരു പുതുമയാണ് നമുക്ക്. വീണ്ടും പറയും തോറും എത്ര പറഞ്ഞു എന്നുള്ളതല്ല, ഇനിയും എത്ര പറയാം എന്നാണ്. എത്ര കേട്ടാലും പറഞ്ഞാലും മതി വരില്ല. അത്രയും മോഹനമാണ് കണ്ണൻ്റെ ലീലകൾ ഓരോന്നും. അമ്പാടിയിൽ 5 വയസ്സ് വരെ ആ ഉണ്ണികൃഷ്ണൻ ആടിയ ലീലകൾക്ക് വല്ല കണക്കുണ്ടാവും. ഏതെല്ലാം തരത്തിൽ ആ ഗോപികമാരും ഗോപന്മാരും എല്ലാവരെയും അവരുടേതായിട്ടുള്ള ഭൗതികമായിരിക്കുന്ന എല്ലാ ചിന്തകളെയും ഭഗവാൻ പതുക്കെ വിടിച്ചെടുത്തു. അതൊക്കെ നശ്വരമാണ്, അനിത്യമാണ് എന്ന ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു ഭഗവാൻ. അതാണ് കണ്ണൻ്റെ ലീലകളുടെ പ്രത്യേകത. കൂടുതൽ കേൾക്കും തോറും നമുക്ക് മനസ്സിലാവും എന്തെല്ലാം ഭാര്യ, ഭർത്താവ്, മക്കൾ, ബന്ധുക്കൾ, പശു എന്ന് വേണ്ട എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ വിട്ടു പോരേണ്ടതാണ്. ആ നിത്യസത്യമായിരിക്കുന്ന ആ സച്ചിദാനന്ദത്തിൽ ചെന്ന് ലയിക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെടുത്തിയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ആ കലങ്ങളും കുടങ്ങളും ഒക്കെ ഉടച്ചു കളയുന്നത്. അതിനോടൊക്കെ അവർക്ക് ആസക്തി ഉണ്ടായിരുന്നെങ്കിൽ ആ ആസക്തിയെ ഭഗവാൻ പൊടിച്ച് ദൂരെ കളഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ മണ്ണായി പോകേണ്ടതാണ്. ഈ കുടത്തിനെ എന്തിനാണ് അത്ര അധികം സ്നേഹിക്കുന്നത്? ഗോപികമാർ നല്ല തൈർക്കുടമൊക്കെ എടുത്ത് നന്നായിട്ട് ചിത്രം വരയ്ക്കും. കണ്ണൻ മാറി നിന്ന് കല്ലെടുത്ത് എറിഞ്ഞ് അത് പൊട്ടിച്ച് കളയും. എന്തിനാ അതുമ്മ പടം വരയ്ക്കുന്നത്? അത് നാളെ മണ്ണായി പോകേണ്ടതല്ലേ, മണ്ണിൽ നിന്നുണ്ടായതല്ലേ, മണ്ണല്ലേ, മണ്ണായി തീരേണ്ടതല്ലേ. നമ്മളോടും ഭഗവാൻ പറഞ്ഞതാണ്. ഈ ശരീരത്തിനെ നമ്മൾ എത്രമാത്രം അലങ്കരിക്കണോ അപ്പോഴെല്ലാം ഭഗവാൻ നമ്മളോട് പറയും, ഇതിനെ എത്ര അലങ്കരിച്ചിട്ട് എന്ത് കാര്യം, നാളെ ഇത് മണ്ണായി തീരേണ്ടതാണ്. അപ്പോൾ ഇതിനെ അലങ്കരിക്കുകയല്ല വേണ്ടത്, ഇതിന് അലങ്കാരമായിട്ട് നിൽക്കുന്ന ഒന്നുണ്ട്, അതിനെ കാണൂ, അതിനെ കണ്ടെത്തൂ, അതിനെ സ്നേഹിക്കൂ എന്നാണ്. അതിതാ ഗോപികോപന്മാർക്കെല്ലാം അത് ബോധ്യപ്പെട്ടു. ഭാഗവതം വായിക്കണം, നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. നമുക്കിപ്പോഴും അതിനെ പിടികിട്ടിയിട്ടില്ല. നമുക്കിപ്പോഴും നമ്മുടെ ശരീരമാണ് വലുത് അല്ലേ? ഈ നശിക്കുന്ന എന്തുമെന്നും രോഗത്തിന് അടിമപ്പെട്ട് ഓരോ ദിവസവും അങ്ങനെ കൂടി വരുന്നു. ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ നമ്മൾ അറിയപ്പെടാണ്ട് എല്ലാവരിലേക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ പനിയായിരുന്നു, അത് പനിക്ക് വരെ ക്യാൻസറാണ്. അത്രമാത്രം വന്നു കഴിഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എല്ലായിടത്തും. എപ്പോഴാണ് നമ്മളൊക്കെ പോകാമെന്നറിയില്ല. ആ രൂപത്തിലിരിക്കുമ്പോഴും നമുക്ക് ഈ ശരീരത്തിനോട് എന്തെന്നില്ലാണ്ട് സ്നേഹം വയ്ക്കുമ്പോൾ ഭഗവാൻ നമ്മളോട് പറഞ്ഞു, ഇതിനെ സ്നേഹിക്കല്ലേ, ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ഇതാ കണ്ണൻ്റെ അടുത്തേക്ക് എത്താൻ തന്നെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ്, ആ സാധനം മാത്രമാണ് ഈ ശരീരം, ഉപാധി മാത്രം. ഇതല്ല നമുക്ക് ലക്ഷ്യം. ഇതിനെ വിട്ടിട്ട് ആത്മാവിനെ അറിയുന്നതാണ്. അങ്ങനെ ഇപ്പം എന്തായി? ഗോപന്മാർക്കും ഗോപികമാർക്കെല്ലാം ഒരു നിമിഷം പോലും കണ്ണനെ കാണാതെ കണ്ട് വയ്യാതെ കണ്ടായി. സദാസമയത്തും കണ്ണനെക്കുറിച്ചുള്ള ചിന്തകളാണ് അവരുടെ ഉള്ളിലെല്ലാം. ഇതാണ് ഗുരുവായൂരപ്പൻ്റെ ലീലകളുടെ മഹിമ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അവർ കാണുന്നതും കേൾക്കുന്നതും എല്ലാം കണ്ണനെക്കുറിച്ച് മാത്രം.
അവരുടെ സദാസമയത്തും അവരുടെ കണ്ണിലെങ്ങനെ തെന്നി മാറി നടക്കുന്ന ആ നീല ബാലനെ, ആ ബാലനെ കുറിച്ചുള്ള ഓർമ്മകളാണ് അവർക്ക്. അതിന് വിഘാതമായിട്ട് വരണം പൂതന മോൾക്ക് എത്രയോ ശക്തികൾ, അതവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഭഗവാനെ കിട്ടാൻ തടസ്സമായിട്ട് വരുന്ന ഏതൊരു ശക്തിയെയും ഇല്ലാണ്ടാക്കണം. അതിനുവേണ്ടി അവർ തീരുമാനിച്ചു, വൃന്ദാവനം സർവകാല സുഖാവഹം, എന്നും സുഖത്തിനെ നൽകുന്ന ആ ദേശത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. യമുനാ പുളിനം മനോഭിരാമം രമണീയം കില സന്തതം വസിപ്പാൻ, ശുഭമായൊരു ദേശമുണ്ട് പോലും സുഭകം നമുക്ക് വത്രവാസ്യയോഗം. എന്നും താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് വൃന്ദാവനം. വൃന്ദ എന്ന ദേവിയുടെ സാന്നിധ്യം, ഗോവർദ്ധന പർവ്വതം, കാളിന്തി, അതുമാത്രമല്ല നല്ല തടാകങ്ങൾ, കുളങ്ങൾ, കിണറുകൾ, പുൽമേടുകൾ, വനങ്ങൾ, ഉപവനങ്ങൾ, കളിസ്ഥലങ്ങൾ എല്ലാം കൊണ്ടും പൈക്കൾക്കും പൈക്കുട്ടികൾക്കും ഗോപബാലന്മാർക്കും എല്ലാവർക്കും സർവകാല സുഖാവഹം. ആ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. എല്ലാവരും കൂടി ആയിരക്കണക്കിന് രഥങ്ങളിൽ കയറി അങ്ങനെ പോകുമ്പോൾ അവർക്കെല്ലാം പറയാൻ ഒന്നിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ, തൽക്കഥാശ്രവണോത്സുകേ. നല്ലൊരു തീർത്ഥാടന ഭാഗവതം പറഞ്ഞു തരാം. അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ കണ്ണൻ്റെ കഥകൾ മാത്രം രചതു കൃഷ്ണരാമാഭ്യാം, രാമകൃഷ്ണാഭ്യാം എന്നല്ല പദം പറഞ്ഞിരിക്കുന്നത്, പിന്നെ കൃഷ്ണരാമാഭ്യാം. രാമൻ്റെ കഥയ്ക്ക് പ്രാധാന്യം കുറവാണ്. എന്താണെന്ന് വെച്ചാൽ രാമൻ അത്രയും വികൃതിയുള്ളൂ. അദ്ദേഹം ഏട്ടനല്ലേ, കാർന്നവരാണെന്നൊരു ഭാവമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പൊങ്ങി വരും. കൃഷ്ണനെ സംബന്ധിച്ച് അതില്ല എന്നർത്ഥം, വികൃതി കുടയ്ക്കുകയാണ്. അതുകൊണ്ട് ആ വികൃതിയെ മാത്രമാണ് ഇവിടെ സദാസമയത്തും അവരുടെ മനസ്സിൽ മുഴുവനും. രാമന് സ്ഥാനമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ കൃഷ്ണരാമാഭ്യാം തൽക്കഥാ ശ്രവണോത്സുകെ, കണ്ണൻ്റെ കഥ കേൾക്കാനുള്ള എന്തെന്നില്ലാത്ത മോഹം. എല്ലാവരും ആ കഥകൾ പറഞ്ഞുകൊണ്ടാണ് വൃന്ദാവനത്തിലേക്ക് എത്തിയത്. എത്തിയ സമയം തന്നെ ഏട്ടനും അനിയനും കൂട്ടുകാരും രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയപ്പോൾ തന്നെ എന്ത് മനോഹരമായിരിക്കുന്ന ഭൂപ്രദേശം, പ്രകൃതി രമണീയമായിരിക്കുന്ന ആ സ്ഥലത്ത് അങ്ങോട്ട് ചെന്നപ്പോൾ ആദ്യം കാട്ടിലെ പാഴ്മുളം തണ്ട് ഒടിച്ചെടുത്തു. അതിന് 9 ദ്വാരങ്ങളിട്ട് തൻ്റെ തൃച്ചുണ്ടിനോട് ചേർത്തപ്പോൾ പാട്ടിൻ്റെ പാലാഴി തീർത്തു കണ്ണൻ. ആദ്യം ചെയ്ത പണിയും അത് തന്നെയാണ്. നല്ലൊരു വേണു ഡോലനായിട്ട് മാറി ഭഗവാൻ. വേണു മുഴക്ക മാത്രമല്ല, കൊതിൽ പാതേതോ വേണും ക്ഷേപണൈ ക്ഷിപത കൊതിൽ കൊതിൽ പാതൈ കിങ്കിണീഭി കൊതിൽ കൃത്രിമഗോവൃഷയ്യ. ആ കുഞ്ഞിക്കാൽ വെച്ച് മനോഹരമായിട്ട് 5 വയസ്സുകാരൻ്റെ നൃത്തം കാണാൻ എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ. അപ്പോൾ 5 വയസ്സായ ആ കുഞ്ഞിക്കണ്ണൻ്റെ കുഞ്ഞിക്കാലുകൾ വെച്ചിട്ടുള്ള മനോഹരമായിരിക്കുന്ന നൃത്തങ്ങൾ, ആ അരമണികളും പാദസരങ്ങളും ഒക്കെ കിലുക്കിക്കൊണ്ടല്ല ആ കളികളെല്ലാം എല്ലാവരും തളയും വളയും കിഴുക്കി മെല്ലെ കളവേണു സനവും മുഴക്കി. അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ ആ നൃത്തം കാണാൻ ഗോപികമാരും ഗോപന്മാരും എല്ലാം മത്സരിച്ചു വന്ന് നിൽക്കും. അനുകൃത്യ ഹൃദയജന്തും ചേരതു പ്രാകൃതവും യഥാ. നല്ലൊരു വാക്ക് അവിടെ പറഞ്ഞു ഭഗവാന്, പ്രാകൃതവും യഥാ, ഒരു പ്രാകൃതനെ പോലെ. ആരാണ് ഈശ്വരൻ? ബ്രഹ്മമാണ്. നാമരൂപങ്ങൾക്ക് അതീതനായിരിക്കുന്ന ബ്രഹ്മം ഇപ്പോൾ ഒരു പ്രാകൃതനെ പോലെ ദാ ഇവിടെ കളിക്കുന്നു. എല്ലാവരോടൊപ്പം പൈക്കളുടെ ശബ്ദം കേട്ടാൽ, മയിലിൻ്റെ പൂജനം കേട്ടാൽ, കുയിലിൻ്റെ കൂവൽ കേട്ടാൽ എന്ന് വേണ്ട, കാട്ടിലെ വൃക്ഷലതാദികളൊക്കെ എന്തൊക്കെ ശബ്ദം ഉണ്ടാക്കണ്ടോ അതെല്ലാം ഭഗവാൻ അനുകരിക്കും. ആടിൻ്റെ ശബ്ദം, പ്രപഞ്ചത്തിൻ്റെ ശബ്ദം, കുയിലിൻ്റെ ശബ്ദം, കുതിരയുടെ ശബ്ദം, ആനയുടെ ശബ്ദങ്ങൾ, കാളയുടെയും മയിലിൻ്റെയും ശബ്ദങ്ങൾ എന്ന് വേണ്ട, അതിൽ നിന്നാണ് സരിഗമ പദനി 7 ശബ്ദങ്ങൾ ഭഗവാൻ ഉണ്ടാക്കിയതാണ്, കണ്ടെത്തിയതാണ്. അങ്ങനെ ആ കുഞ്ഞ് ഓടക്കോഴിൽ നിന്ന്, കുഞ്ഞ് ചുണ്ടിൽ നിന്നും ഭഗവാന്റെ കുഞ്ഞ് അങ്കുലിയങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ എന്തെല്ലാം രാഗങ്ങൾ, അതിൽ നിന്ന് മനോഹരമായിരിക്കുന്ന രാഗങ്ങൾ വരാൻ തുടങ്ങിയെന്ന് മാത്രമല്ല എല്ലാവരെയും തന്നിലേക്ക് ലയിപ്പിക്കാൻ തുടങ്ങി. ഇപ്പം എന്താ കളി പുഞ്ചിരികളും കൺവിലാസങ്ങളും എല്ലാമായിട്ട് എല്ലാവരെയും തന്നിലേക്ക് ലയിപ്പിച്ച് നിർത്തുമ്പോൾ എല്ലാവർക്കും ഇനി കൃഷ്ണൻ മാത്രം മതി, മറ്റൊന്നും വേണ്ടാത്ത അവസ്ഥയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വത്സാസുരൻ ഒരു പൈക്കുട്ടിയുടെ രൂപത്തിൽ കണ്ണൻ്റെ അടുത്തേക്ക് വന്നു. അത്ര എന്തിനാ? കണ്ണനെ കാണാൻ വേണ്ടിയിട്ടാണോ? ധാരാളം പൈക്കുട്ടികളുണ്ട്. അതിൻ്റെ ഇടയിൽ അവനും കയറി നിന്നു. എന്തിനാ?
തന്നെ അറിയില്ല എന്ന് വിചാരിച്ചു അവൻ. പക്ഷെ ഭഗവാൻ അറിയാലോ, എത്ര ദൂരം നിന്നാലും കണ്ണൻ അറിയും നമ്മളെ, അല്ലേ? നമ്മൾ വിചാരിക്കും എന്നെ കാണുന്നില്ലല്ലോ ഗുരുവായൂരപ്പൻ, ഞാൻ എത്ര ദൂരമല്ലേ ക്യൂവിൽ നിൽക്കുന്നത്, എവിടെ നിന്നാലെന്താ, ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ അറിയും ഇന്ന് നീ ഇവിടെ വരണം. അത് നിശ്ചയമാണ്. എത്ര ആൾക്കാർ ഇന്ന് വന്നു പോയി, അല്ലേ? ഓരോടത്തുനിന്ന് വരണം എന്നുള്ളത് ഭഗവാന്റെ നിശ്ചയമാണ്. എത്ര ദൂരെ നിന്നാണെങ്കിലും അവരുടെ തടസ്സങ്ങൾ എന്തെല്ലാം ജീവിത പ്രശ്നങ്ങളുണ്ടോ അതിനെ മാറ്റി വെച്ചിട്ട് ഭഗവാൻ വിളിച്ചു വരുത്തുകയാണ്. ഇവിടെ ഒന്ന് നമസ്കരിച്ചിട്ട് പൊക്കോളൂ. അതാണ് ഭഗവാന്റെ കാരുണ്യം. വത്സാസുരനും അങ്ങനെ വന്നതായിരിക്കും ചിലപ്പോൾ പശുക്കുട്ടിയുടെ രൂപത്തിൽ. ഏട്ടനോട് കണ്ണോണ്ടൊന്ന് കാണിച്ചു, ഏട്ടാ വേണ്ട മാതിരി കൈകാര്യം ചെയ്തോളൂ. ഏട്ടൻ അവൻ്റെ കാലുമ കൂട്ടിപ്പിടിച്ചു, തലയ്ക്കൊരു 4 ചുറ്റിക്കൽ. വിഷ്ണുവിന് 4 പ്രദക്ഷിണം. അവന് പ്രദക്ഷിണം വയ്ക്കാൻ അറിയില്ലല്ലോ, അതുകൊണ്ടൊരു 4 ചുറ്റി ചുറ്റി ഒരേറെ എത്ര ഉണ്ടായുള്ളൂ. അവൻ്റെ രൂപം ഭഗവാന് ചെന്ന് ലയിച്ചു കഴിഞ്ഞു. ഇതറിഞ്ഞിരിക്കുന്ന ബഗനും വന്നു. ഒരു കൊക്കിൻ്റെ രൂപത്തിൽ കണ്ണടച്ചിരുന്നു എന്നാണ്. എത്രയോ ആളുകൾ കൂട്ടുകാരൊക്കെ കൂടെ പോയിട്ടും അവരെ ആരെയോ അവൻ മൈൻഡ് ചെയ്തില്ല. എനിക്ക് എൻ്റെ കണ്ണനെ മാത്രം മതി. നോക്കൂ, ഭാഗവതം കാണിച്ചു തരുന്ന ഒരു ഭക്തി വിശേഷത്തിന് എന്തെല്ലാം കാണുമ്പോഴും എനിക്കൊന്നും വേണ്ട കണ്ണ, നീ മാത്രം മതി. നിന്നെ അകത്താക്കാനാണ് എൻ്റെ നോട്ടം മുഴുവനും. ആ പരമഭാഗ്യവാനായിരിക്കുന്ന ഭഗൻ അസുരനാണോ ദുഷ്ടനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഭാഗവതം കാണുന്നത് എപ്പോഴും ഭക്തി. ആ ഭാഗവതം ഭക്തി കൊണ്ട് വേണം ഭാഗവതത്തിലേക്ക് നോക്കാൻ. മറ്റു പുരാണങ്ങൾ കാണുന്ന കാഴ്ചപ്പാടല്ല ഭാഗവതത്തിന്. അതിനെ ഭക്തിയുടെ ഭാവത്തിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും പരമഭക്തന്മാരാണ്. ആ ഭഗൻ എന്ത് ചെയ്തു? കണ്ണനെ കൊത്തി വിഴുങ്ങി. കണ്ണൻ അങ്ങനെ അറിയാണ്ട് അങ്ങനെ നിന്ന് കൊടുത്തു. കൊത്തി വിഴുങ്ങി തൊണ്ടയിൽ ചെന്നപ്പോഴാണ് ഒരു തീകഷ്ണം വിഴുങ്ങിയതുപോലെ വേഗം ചചർത്ത സദ്യോതിരുഷാക്ഷതം ഭഗത്തുണ്ടേണ ഹന്തും പുനരഭ്യുപത്യത. തൻ്റെ ചുണ്ട് പിളർത്തി കണ്ണനെ പുറത്തേക്കിട്ടു. ഭഗവാൻ ഒരു വാമനാവതാരം ഒന്നും കൂടി എടുത്തു. അവൻ്റെ കീഴ്ചുണ്ട് ചവിട്ടി പിടിച്ച് ആനപ്പട്ട വലിച്ചു കീറണത് പോലെ അവൻ്റെ മേൽച്ചുണ്ട് വലിച്ചു കീറി 2ആക്കി വിട്ടു. അതോടുകൂടി അവനും ഭഗവാന്റെ അടുത്തേക്ക് എത്തി. പിന്നെന്താ, ഗോപന്മാരെല്ലാം കണ്ണനെ അലങ്കരിക്കും. ആ ബ്രഹ്മമൂർത്തിയായിട്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെ അവരെല്ലാം കാട്ടിലെ നല്ല കളറുള്ള കല്ലുകൾ, മണിയോല മുതലായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്ന് അരച്ചിട്ട് കണ്ണൻ്റെ നെറ്റിയിൽ നല്ല നല്ല പുള്ളിക്കുത്തുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അവിടുത്തെ കവളത്ത്, അവിടുത്തെ കുഞ്ഞി കയ്യിൽ, മാഹുടത്തിൽ, കുഞ്ഞി കാലുമേ കയ്യുമേ ഒക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കും. ഓരോന്നും ഇങ്ങനെ വരയ്ക്കുമ്പോൾ കണ്ണൻ അങ്ങനെ ഇരുന്ന് കൊടുക്കും. എൻ്റെ ഭക്തന്മാർ എന്ത് ചെയ്താലും അതൊക്കെ ഇഷ്ടമാണ്. നല്ല നല്ല പൂക്കൾ, അതേപോലെ തളിരിലകൾ, ചെറിയ ചെറിയ കായ്കനികൾ ഒക്കെ കൊണ്ടുവന്ന് കോർത്തിട്ട് അതിസുന്ദരമായിരിക്കുന്ന ഒരു മാല അങ്ങോട്ട് ചാർത്തി കൊടുക്കും. കണ്ണന് മാല എപ്പോഴും പാത്രത്തിനോ മുട്ടിക്കിടക്കണം. കണ്ണനും മഹാദേവനും അങ്ങനെയാണ് നിയമം. ഞങ്ങൾക്കൊക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞു തരിക അങ്ങനെയാണ്. മാല കെട്ടുമ്പോൾ കഴുത്തിൽ കുടുക്കായിട്ട് മാല കെട്ടരുതെന്ന് പറയും. അപ്പോൾ കഴുത്തിങ്ങനെ താത്തി പിടിക്കുക അത്ര പാത്രത്തിനോ മുട്ടാനായിട്ട്. അപ്പോൾ വേദന എടുക്കും, വേദന എടുക്കാൻ നമ്മളെ ശപിക്കുന്ന പറയുക. അതുകൊണ്ട് മാല കെട്ടുമ്പോൾ എപ്പോഴും പാദത്തിൽ മുട്ടിക്കിടക്കുന്ന മാല ചാർത്തണം. മഹാദേവന് കൈലാസത്തിൻ്റെ മുകളിലായിരിക്കാണ്. ഇപ്പോൾ കൈലാസത്തിൻ്റെ താഴത്ത് എത്തണം അത്ര മാലയൊക്കെ ചാർത്തുമ്പോൾ. ഇപ്പോൾ ചെറിയ മാലയൊക്കെ കെട്ടാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് പറഞ്ഞു തരും. അപ്പോൾ അതേപോലെ ആ മാലകളൊക്കെ ഇങ്ങനെ പാദം വരെ മുട്ടിക്കിടക്കും. പാദത്തിൻ്റെ ഇങ്ങനെ മുട്ടി അതിങ്ങനെ ഞാത്തിക്കൊണ്ട് നടക്കുന്ന കണ്ണൻ നല്ല തിരുമുടിമാല. എത്രയാ തിരുമുടിമാല ചാർത്തണോ അത്രയും പെട്ടെന്ന് കൈ നടക്കും. ഗുരുവായൂർ പോയി അന്വേഷിച്ചോളൂ. ഏറ്റവും കൂടുതൽ ഷീട്ടാക്കുന്നത് തിരുമുടിമാലയ്ക്കാണ്. 41 ദിവസം കൃഷ്ണനെ തിരുമുടിമാല ചാർത്തി നോക്കിക്കോളൂ. നമ്മൾ എന്ത് കാര്യമാണ് ഉദ്ദേശിക്കുന്നത് സാധിച്ചത്. അതെൻ്റെ അനുഭവമാട്ടോ, എൻ്റെ അനുഭവം, സ്വന്തം അനുഭവമാണ്. അപ്പോൾ പെട്ടെന്ന് സാധിച്ചു തരും. 41 ദിവസം വേണ്ട, അതിന് മുമ്പേ നമ്മുടെ 30 ദിവസം നമ്മുടെ കൈ സാധിച്ചു തരും. അത്ര ഇഷ്ടമാണ് തിരുമുടിമാല ഇങ്ങനെ തലയിൽ കെട്ടിവെക്കുക. ഗുരുവായൂർ ഏറ്റവും കൂടുതൽ ഒരുപാടും അത് തന്നെയാണ്. അപ്പോൾ ആ തിരുമുടിമാലയൊക്കെ കൊടുക്കും. കയ്യുമേയും കങ്കണത്തിലും കാലുമേയും ഒക്കെ ഇങ്ങനെ മാല കെട്ടിയാണ് ചാർത്തുമ്പോൾ നല്ല നല്ല കണ്ണുള്ള പീലി ഇങ്ങനെ ശിരസിൽ വെച്ച് കൊടുക്കും. നല്ല നല്ല പൂക്കളെ കൊണ്ട് കായ്കളെ കൊണ്ടൊക്കെ മാലകൾ ഇങ്ങനെ ചാർത്തുമ്പോൾ ഭഗവാൻ തൻ്റെ രത്നഹാരങ്ങളും ആ സ്വർണ്ണഹാരങ്ങളും ഒക്കെ കൂടി കൂട്ടുകാർക്ക് കൊടുക്കും. അയ്യേ, ഇതൊന്നും ഒരു ഭംഗിയില്ല, നിങ്ങൾ ചാർത്തിയ മാലയുടെ ഭംഗിയൊന്നും നമ്മൾ ഇടിച്ച് എന്നാൽ ഈ പുലിനഖമോതിരോ മാലയ്ക്കൊന്നുമില്ല, അതൊക്കെ ഊരി കൊടുക്കും. അതാണ് ഭക്തന്മാർ ഭക്തിയോടുകൂടി ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും ഒന്നല്ല ഭഗവാൻ നോക്കുക, അതിൻ്റെ പിന്നിലുള്ള മനസ്സാണ്. കണ്ണനെ അതേപോലെ അലങ്കരിച്ചിട്ട് അവർ ചുറ്റിന് നിന്ന് ഭംഗിയായിട്ട് പാടിക്കൊണ്ടേയിരിക്കും. എന്തൊരഴക കണ്ണ, ഉണ്ണിക്കണ്ണ നിന്നെ കാണാൻ
കാമുകിലിൻ ചേലഴക് മാലയുണ്ടേ പീലിയുണ്ടേ പുഞ്ചിരിയോ നൂറഴക് ഓ പുഞ്ചിരിയോ നൂറഴക്. എല്ലാവരും ചുറ്റും നിന്ന് അങ്ങനെ പാട്ടുപാടി രസിക്കുമ്പോൾ അതെല്ലാം കണ്ണൻ ആനന്ദത്തോടുകൂടി കേൾക്കും. സ്തവപ്രിയ സ്തോത്രം സ്തുതിസ്തോതാരണപ്രിയ. കാലത്ത് ചൊല്ലണില്ലേ നമ്മൾ അല്ലേ? സ്തുതിപ്രിയനാണ് ഭഗവാൻ. എത്ര നാമം ജപിക്കണോ അത്രയും കണ്ണനിഷ്ടാണ്. അതാണ് ഈ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നാമം ജപിക്കൂ നാമം ജപിക്കൂ. നാമപാരായണ പ്രീത നന്ദിവിദ്യ നടേശ്വരി. അമ്മയുടെ ഭാവവും അങ്ങനെ തന്നെയാണ്. നാമം ജപിക്കുമ്പോൾ അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. അമ്മ ആനന്ദം നൃത്തം ചവിട്ടുന്നതാണ്. അതേപോലെ തന്നെയാണ് കണ്ണനും ആ സ്തുതിക്കുന്നവരോട് എന്തെന്നില്ലാത്തൊരു ഇഷ്ടം. അതെങ്ങനെയുള്ള സ്തുതിയായിരിക്കണം? നമ്മളൊക്കെ പറയുന്നത് പോലെ അതിനെ നന്നായിട്ടാണ് സ്തുതിച്ചു കൊടുത്താൽ എന്ത് കാര്യം സാധിക്കും. ആ സ്തുതിയല്ല, ഭഗവാനോടുള്ള സ്തുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളാലെ വരണം ഉണ്ടേ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണാ നീയേ ഉള്ളൂ എന്നുള്ളൊരു ഭാവത്തിൽ കൂടി നാമം ജപിച്ച് നോക്കുകയുള്ളൂ. അനന്യമായിരിക്കുന്ന ഭാവത്തോടു കൂടി കണ്ണനെ ഭജിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെതാ ശ്രീശബ്രഹ്മർഷി പറയാ, യുദ്ധം സദാ ബ്രഹ്മസുഖാനുഭൂത്യാദാസ്യം ഗതാനാം പരദേവതേന മായാശ്രിതാനാം നരതാരകേണ സാകം വിജഘ്രോ ഹൃതപുണ്യപുഞ്ച. ബ്രഹ്മസുഖാനുഭൂത്യ ബ്രഹ്മാനന്ദാനുഭൂതി അനുഭവിക്കണമെന്നാണ് ആ ഗോപന്മാരെല്ലാം. എത്രയോ പുണ്യം ചെയ്തു ഗോപാലന്മാരെ നിങ്ങളൊക്കെ. ശ്രീശബ്രഹ്മർഷി പറയാം, ഹൃതപുണ്യപുഞ്ച. മുജ്ജന്മ സുഹൃതം കൊണ്ടല്ലേ ഗുരുവായൂരപ്പനെ അണിയിച്ചൊരുക്കാനും ഒക്കെ സാധിക്കുന്നത്. ഇത് അവരുടെ കഥ മാത്രമല്ല കേട്ടോ, ഉപയോഗിക്കണം അമ്മമാരുടെയൊക്കെ കഥയിൽ പറഞ്ഞതൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നില്ലേ? നിലം വിളിച്ചായപ്പോൾ ഈ 5 ദിവസമായിട്ട് കണ്ണന് മാലയിട്ട് ചാർത്തണം, പൂ നന്നാക്കി കൊടുക്കണം, മതി ഇത് മതി. ഇതിലും വലുതായിട്ടൊന്നും ചെയ്യാനില്ല ഗുരുവായൂരപ്പന്. അത്ര സന്തോഷമാണ് അവിടത്തേക്ക്. അറിയോ, നമുക്കതിൻ്റെ വില അറിയാത്തതുകൊണ്ടാണ്. അത്രയും എന്തെങ്കിലും ചെയ്യുമ്പോൾ കണ്ണനെ ഇങ്ങനെ അലങ്കരിക്കുമ്പോൾ കണ്ണനുണ്ടാവുന്നൊരു സന്തോഷം. അവരനുഭവിക്കുന്ന അഹംപൂർവം ഞാൻ മുമ്പിൽ എന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരും കണ്ണനെ അലങ്കരിച്ചത്. അതെല്ലാം കഴിഞ്ഞതാ. ഭഗവാൻ എപ്പോഴും പറയുന്ന വാക്കതാണ്, കുടുംബത്തിലിരിക്കുമ്പോൾ എന്താ, ഗൃഹത്തിലിരിക്കുമ്പോൾ എൻ്റെ യശോദാമ്മ എന്നെ ഇങ്ങനെ അലങ്കരിച്ചൊന്ന് മാറ്റി നിർത്തും. ഒരു കയ്യിൽ കദളിയും മറു കയ്യിൽ വളരോളി മുരളിയും അണിഞ്ഞൊരു നാട്യഭാവവും കൺകൂളിർക്ക് കണ്ടിടേണം കൊണ്ടൽ വർണ്ണ പ്രഭോ കൃഷ്ണ നിൻകടാക്ഷ പൊയ്കയിങ്കൽ മുങ്ങി നീന്തണം. നിൻകടാക്ഷ പൊയ്കയിങ്കൽ മുങ്ങി നീന്തണം. യശോദാമ്മ അങ്ങനെ കുഞ്ഞു കയ്യിൽ വെണ്ണയും കദളിപ്പഴവും ഓടക്കോടൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ കൺകുളൊക്കെ കാണും. കണ്ണാ ഒന്ന് മാറി നിൽക്കും, നീ ഒന്ന് കാണട്ടെ നിൻ്റെ ആ ദിവ്യ മനോഹരമായിരിക്കുന്ന രൂപം. അമ്മയുടെ മനസ്സാകുന്ന ക്യാൻവാസിലേക്ക് ഭഗവാന്റെ സുന്ദരമായിരിക്കുന്ന ചിത്രം പതിപ്പിച്ചു വയ്ക്കും. ഭഗവാൻ പല രൂപത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കും. അമ്മയ്ക്ക് ഏത് രൂപമാണ് മനസ്സിലേക്ക് പതിയാന്നറിയില്ലല്ലോ. ചിലപ്പോൾ ചെരിഞ്ഞ് നിൽക്കും, ചിലപ്പോൾ കുനിഞ്ഞ് നിൽക്കും, ചിലപ്പോൾ നേരെ നിൽക്കും, പല രൂപത്തിലാണ്. ഏത് രൂപത്തിലും അമ്മ ആ ചിത്രം തൻ്റെ മനസ്സാകുന്ന ക്യാമറ കൊണ്ട് ക്യാൻവാസിലേക്ക് വരച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി കണ്ണാൻ കളിക്കാൻ പോക്കോളൂ എന്നാണ്. അതാണ് അമ്മയുടെ ഒരു ഭാവം. പിന്നെ ഒരിക്കലും അമ്മ മറക്കണേ ഇല്ല എന്നാണ്. ഇങ്ങനെ കണ്ണൻ കളിക്കാൻ അങ്ങോട്ട് പോയാൽ ചില സമയത്തൊന്നും കളി കഴിഞ്ഞ് വരില്ല അത്ര. അപ്പം അമ്മ വിളിക്കും, ഇന്നല്ലോ നിൻ പിറന്നാൾ. കണ്ണാ ഇന്ന് നിൻ്റെ പിറന്നാളല്ലേ, കുളിക്കണ്ടേ, കുഴിയിടണ്ടേ, കൂട്ടുകാരോടൊപ്പം ആഹാരം കഴിക്കണ്ടേ. എല്ലാ കൂട്ടുകാരും വന്നിരിക്കണോ കണ്ണാ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കണ്ണൻ വേഗം കൂട്ടുകാരെയൊക്കെ വിളിക്കും. എൻ്റെ പിറന്നാളാന്ന് പറഞ്ഞു യശോദാമ്മ, വരൂ. എല്ലാവരും വിളിച്ചിരുത്തും. അപ്പം എന്താണെന്നറിയോ, ഈ കട്ടത്തൈലും ചമ്മന്തി മാത്രമേ ഉള്ളൂ. കണ്ണിന് ദേഷ്യം വരും. പിറന്നാളെന്ന് പറഞ്ഞാൽ ഒരു സങ്കല്പമൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് പിറന്നാളിനല്ലേ ഗണപതിക്ക് വെക്കണം, വിളക്ക് വെച്ചിട്ട് അതിന് മുമ്പിൽ ആദ്യം വിളമ്പണം. എല്ലാവരും ട്യൂഷനിലാണ് ഇരിക്കുക അല്ലേ, 4 വെച്ച് വേണം. ഇങ്ങനെയൊക്കെ അതിനൊരു നിയമങ്ങളൊക്കെ ഉണ്ട്. ഇന്ന മാതിരിയാവണം, ദശപുഷ്പം ചൂടണം, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ചാണകം മുറിച്ച് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കും, അതിൽ നിന്ന് ഇത്തിരി ഇച്ചെടുത്ത് മറ്റവൻ്റെ വായിൽ വെച്ച് കൊടുക്കും. എന്നാ പരിപാടിയാണ്. അത് നമ്മുടെ സംസ്കാരമൊന്നുമല്ല. അത് എവിടുന്നോ നമ്മൾ കണ്ടുപിടിച്ച ഒരു വൃത്തിയായിട്ട സംസ്കാരം. അതൊന്നും പിറന്നാളല്ല നടത്തുന്നത്. പിറന്നാളിൻ്റെ സംസ്കാരം എന്താ? ഇത് തന്നെയാണ്. ട്യൂഷനിൽ നിർത്തിയിരുന്ന് അല്ലേ, അത് തന്നെ വേണം. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട സംസ്കാരം കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് നടത്തണം. അത് വിട്ടിട്ട് ഒന്നും പഠിപ്പിക്കരുത്. മക്കളൊക്കെ വെറും വൃത്തിയായിട്ട ഒരു സംസ്കാരമാണ്. ഇപ്പോൾ കണ്ണൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താ,
ആ കണ്ണനറിയാം ഗണപതിക്ക് വിളക്ക് വെച്ചാൽ മതി, ഗണപതിയുടെ സാന്നിധ്യം വരുന്നതാണ്. നമ്മുടെ കുടുംബത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഗണപതി ഹോമത്തിനായിക്കോട്ടെ, പിറന്നാളിനായിക്കോട്ടെ, ഗണപതിക്ക് സങ്കല്പിച്ച് വിളക്ക് വെച്ചാൽ ഗണപതിയുടെ സാന്നിധ്യം അപ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷമാവുന്ന ആളാണ് ഗണപതിയെ. അതുകൊണ്ട് കണ്ണം വന്ന് നോക്കുമ്പോൾ ഗണപതി ഇങ്ങനെ തുമ്പിക്കരം കൊണ്ട് തൻ്റെ കുടവേഗം ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കണ്ടാവും. ഇതെപ്പോഴാണോ വിളമ്പണത്, ഇതെപ്പോഴാണോ കിട്ടണത് എന്ന് പറഞ്ഞിരിക്കണ്ടാവേ. വന്നപ്പോൾ വിളക്കൂല്ല, തിരിയില്ല, അവിടെ ഒന്നും വിളമ്പിയിട്ടില്ല. ഈ പ്ലേറ്റ് നിരത്തി വെച്ചിട്ടുണ്ട്, ഈ കട്ടതൈര് ഞമ്മതി മാത്രമേ ഉള്ളൂ. കണ്ണനോട് ദേഷ്യം വന്നു. എന്താ അമ്മ എൻ്റെ പിറന്നാളാന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം കട്ടതൈര് ഞമ്മതി മാത്രമേ ഉള്ളൂ. കണ്ണന് ഉന്നയിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ അങ്ങനെ പറഞ്ഞത്. പെട്ടെന്ന് ദേഷ്യം വരും കണ്ണന്. കാരണം പിറന്നാളില്ലാത്ത കണ്ണന് പിറന്നാളുണ്ടെന്ന് അമ്മ നാളെ പറഞ്ഞില്ലേ എന്നാണ്. ഭഗവാൻ ആരാണ്? പരം സത്യം ധീമഹി. പരമമായിരിക്കുന്ന സത്യമാണ് ഈശ്വരൻ. അവിടെ കള്ളത്തരൊന്നും പാടില്ല എന്നാണ്. അപ്പോൾ അമ്മ കണ്ണൻ്റെ മുമ്പിൽ നുണ പറഞ്ഞില്ലേ. കണ്ണന് ദേഷ്യം വന്നാൽ അമ്മ എത്ര നേരം കൊണ്ട് അലങ്കരിച്ചതാ. ആ പീലിത്തിനും കൂടി ആദ്യം പിടിച്ച് വെച്ച് ദൂരെ കളയും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പട്ടുപോണ കഴിച്ച് ദൂരെ കളയും. അത് രണ്ട് കണ്ണിന് സമാധാനമായി. കുഞ്ഞു കൈകൊണ്ട് ആ കണ്ണൊക്കെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ ഒരു കോലത്തിലങ്ങടായിട്ട് ആ പൊടി കിടന്നങ്ങോട്ട് ഉള്ളും. പിറന്നാളില്ലാത്ത എനിക്ക് പിറന്നാളുണ്ടെന്ന് പറഞ്ഞിട്ട് കട്ടത്തൈന് ചമ്മന്തി മാത്രമേ ഉള്ളൂ, ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ മന്ദോദർ വന്നിട്ട് പറയും, എന്തിനാ അശ്വതാമേ നുണ പറഞ്ഞത്? കുട്ടിയോട് ഇതൊക്കെ ഉണ്ടാക്കിക്കോളും. ആ ഉച്ചയ്ക്ക് പിന്നെ 4 വെച്ച് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് എന്തായെന്നറിയോ, എന്നും കണ്ണന് പിറന്നാളാണ്. കാരണം എന്താ, അശ്വതാമയ്ക്ക് പിറന്നാൾ സദ്യ ഉണ്ടാക്കാണ്ട് നിവൃത്തിയില്ലാണ്ടേ, എന്നാലേ കണ്ണൻ ഒന്ന് ഊന്നയിക്കുള്ളൂ എന്നായി. ഇങ്ങനെ വികൃതി കാണിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ കണ്ണിന്നു കാണാൻ കഴിയാത്ത രൂപം, കാതിന്നു കേൾക്കാൻ കഴിയാത്ത ശബ്ദം, നാവിന്നു നക്കാൻ കഴിയാത്ത ലേഹ്യം, കാണാം ശ്രവിക്കാം മുഖരാം ഭജത്തിൽ. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഈശ്വരനെ, കാതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല, നാവിനെ കൊണ്ട് രുചിയറിക്കാൻ പറ്റണതല്ല ആ ഈശ്വരനെ. ഇതാ നടക്കണു, കാണാം ശ്രവിക്കാം മുഖരാം ഭജത്തിൽ. ഈ ഭജത്തിലേക്ക് വന്നോളൂ. അവിടെ കാണാം എല്ലാ രൂപത്തിലും ആ ഗോപികമാരെല്ലാം ആ കണ്ണനെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഇപ്പം എന്താ, യശോദാമ്മ ആഹാരമൊക്കെ കൊടുത്തു വിടും ഉണ്ണികൃഷ്ണനെ. നല്ലൊരു ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി ആഹാരം ഇങ്ങനെ ഉഹികൾ പോലെ ചെറിയ ചെറിയ ഉഹികളായിട്ട് ഒരു വടിയുടെ 2 ഭാഗത്തും അങ്ങനെ തൂക്കിയിടും. ഏട്ടനും മഞ്ഞീനും അതേപോലെ തന്നെ കൂട്ടുകാർക്കും. എന്താണെന്നറിയോ, കാലിക്കോലും കൊമ്പും കൊഴലും ഓടക്കൊഴലും എല്ലാം ഉണ്ട്. എല്ലാം എടുത്തിട്ടാണ് ഇങ്ങനെ 2 തോളത്തും വടിയുമേ ആഹാര സാധനങ്ങളൊക്കെ തൂക്കിയിട്ടുകൊണ്ടാണ് ഏട്ടനും അനിയനുമാണ് മുമ്പിൽ നടക്കുക. കൂടെ ധാരാളം കുട്ടികൾ, പൈക്കുട്ടികളൊക്കെ മേച്ചുകൊണ്ട് ആ കാട്ടിലേക്ക് പോകും. ആ ആഹാര സാധനങ്ങളൊക്കെ ഏതെങ്കിലും മരത്തിലങ്ങനെ തങ്ങി വെച്ചിട്ട് പിന്നെ പല തരത്തിലുള്ള കളികളാണ്. പ്ലാവില കൊണ്ട്, കുന്നിക്കുരു കൊണ്ട് ഇങ്ങനെ കള്ളനും പോലീസും കളിക്കുക, അനവധി വകയുണ്ട് ഇവിടെ. പല തരത്തിലുള്ള കളികളൊക്കെ ഇങ്ങനെ കളിക്കുക. അത്ര ആ കളികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ ഉച്ചയായി കഴിഞ്ഞാൽ കണ്ണന് വിശക്കും. അപ്പം എന്നാൽ ഊണ് കഴിക്കുകയല്ലേ, ആഹാരം കഴിക്കുകയല്ലേ, എല്ലാവരോടൊപ്പം ആഹാരം കഴിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അഘാസുരൻ, അദ്ദേഹം വലിയൊരു പാമ്പായിട്ട് വന്നു എത്ര. അഘം എന്ന് പറഞ്ഞ പാപം ചെയ്തതായിരിക്കുന്ന അവൻ സജ്ജനങ്ങളെ അവഹേളിച്ചു. അതാണ് ഏറ്റവും വലിയ പാപം. അങ്ങനെ ചെയ്തതായിരിക്കുന്ന അഘാസുരൻ വലിയൊരു പാമ്പായിട്ട് വായ പൊളിച്ച് കിടന്നു. അത്ര അവൻ്റെ വായ കണ്ടാൽ ഒരു പർവ്വതത്തിൻ്റെ ഗുഹയാണെന്ന് തോന്നും. കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി കളിക്കാമെന്ന് പറഞ്ഞ് കളിക്കുമ്പോൾ പാമ്പിൻ്റെ ഗന്ധമൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവരതിൻ്റെ ഉള്ളിൽ പോയി കളിച്ചപ്പോൾ അവൻ്റെ കുട്ടികളെ നിന്നല്ല വേണ്ടത്, കണ്ണനെ ഇപ്പോൾ കിട്ടും, അതാണ് നോക്കിയിരിക്കുന്നത്. അങ്ങനെ അവന് അനുഗ്രഹം കിട്ടിയിരിക്കുന്നത്. ആ കണ്ണൻ പതുക്കെ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവൻ വായ അങ്ങോട്ട് അടച്ചു. കണ്ണൻ എന്ത് ചെയ്തു, അവിടെയും ഒന്നങ്ങടെ വലുതായി. അത്രേ ഉണ്ടായുള്ളൂ. അവൻ്റെ ജീവൻ ഒരു ജ്യോതിസായിട്ട് ഉയർന്ന് എല്ലാവരും കാണുകെ ഭഗവാന്റെ പൊന്ന് തൃപ്പാദത്തിൽ ചെന്ന് ചേർന്നു. ആ കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല, ഇതെന്താണ് അവർക്ക് ഇതിങ്ങനെ, അവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. കൃഷ്ണലീലകൾ എന്താ, ആർക്കാ പിടികിട്ടുക? എത്രയോ ജന്മങ്ങളിലായി പ്രാർത്ഥിക്കുന്നവരെ മുഴുവനും അനുഗ്രഹിക്കാനല്ലേ അവിടുന്ന് ഈ കൊച്ചുകുട്ടിയുടെ വേഷം കെട്ടൽ വന്നിരിക്കുന്നത്. പുണ്യൻ കിങ്ങിണിയും ഇത് കൂലമറയിൽ കെട്ടിക്കിഴിഞ്ഞങ്ങനെ മിന്നും കുണ്ടലം ഉമ്മ വെച്ചു കവിളത്താടിക്കുഴഞ്ഞങ്ങനെ. ഇങ്ങനെയാണ് കണ്ണൻ്റെ രൂപം. അങ്ങനെ അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. കൂട്ടുകാർക്ക് കാണിച്ചു കൊടുത്തു. കണ്ടോ അവൻ്റെ രൂപം കണ്ടോ എന്നുള്ള മട്ടിൽ ഒരു പർവ്വതം പോലെ അതൊക്കെ കാണിച്ചു കൊടുത്ത് വന്നു. കാളിന്തിയുടെ തീരത്ത്
നല്ല വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന നല്ല തണലുള്ളടുത്ത് ആ മണത്തിട്ടയിൽ കണ്ണൻ നടുക്കിയിരിക്കും. കൊച്ചു കുട്ടികൾ ചുറ്റുമിരിക്കും. കുറച്ചും കൂടി വലിപ്പമുള്ളവർ അതിനേക്ക് അതിൻ്റെ പുറകിലിരിക്കും. കുറച്ചും കൂടെ വലിപ്പമുള്ളവർ അങ്ങനെ ഒരു താമരപ്പൂ എങ്ങനെയാണ് വിടർന്ന് നിൽക്കുന്നത് അതേപോലെയാണ്. ഗോപബാലന്മാരാം മുത്തുമാലയുടെ നടുക്കാടി ഗോപതിയായി മിന്നും കൃഷ്ണ കല്ലു വേണമോ. കണ്ണനാണ് നടുക്കിയിരിക്കുക. എല്ലാവർക്കും കണ്ണനെ കാണണം, കണ്ണനും എല്ലാവരെയും കാണണം. അതിന് അവിടുന്ന് നടുക്കിയിരിക്കണു. അത് കഴിഞ്ഞാൽ എല്ലാവരോടൊപ്പം ഇരുന്ന് അവരവരുടെ ആഹാര സാധനങ്ങൾ, ഇലകൾ, താമരയുടെ ഇലകൾ, അങ്ങനെ പല തരത്തിലുള്ള ഇലകളൊക്കെ കൊണ്ട് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ആ ആഹാര സാധനങ്ങൾ, ഉപദംശങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. കണ്ണൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴച്ച് കഴിക്കാനൊന്നും കണ്ണന് സമയമില്ല. അതുകൊണ്ട് നീ കൂട്ടിയൂരുട്ടിയിട്ടും നല്ലോ ഹൃദയ കൂട്ടിയൂരുട്ടിയിട്ടും വറുത്തുപേരി പതിച്ചിട്ടും ഈ രണ്ടുളയും എൻ്റെ മുരളിയും. അങ്ങനെയാണ് യശോദാമ്മ തൈരുകളെ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ടാവും. അതേപോലെ നെയ്യുകളെ ഉരുട്ടി വെച്ചിട്ടുണ്ടാവും. അച്ചിങ്ങ കൊണ്ടാട്ടം, പാവയ്ക്ക കൊണ്ടാട്ടം എല്ലാം അതിന് വേണ്ടതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്ര കണ്ണൻ എന്ത് ചെയ്യും, ഒരു കയ്യിൽ ആ നെയ്യുകളെ പിടിക്കും, ഒരു കയ്യിൽ തൈരുകൾ എടുത്ത് വയ്ക്കും, വെല്ലിൻ്റെ ഇടയിലൊക്കെ അച്ചിങ്ങ കൊണ്ടാട്ടം വയ്ക്കും. ആ 5-10 വെള്ളിമയും പാവയ്ക്ക കൊണ്ടാട്ടം അങ്ങനെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്താ, ഒരു നെയ്യുകളെ കടിക്കും, അത് കഴിഞ്ഞാൽ ഒരു പാവയ്ക്ക കൊണ്ടാട്ടം കഴിക്കും, അത് കഴിഞ്ഞാൽ ഒരു തൈരുകളെ കടിക്കും, അത് കഴിഞ്ഞാൽ ഒരു അച്ചിങ്ങ കൊണ്ടാട്ടം കഴിക്കും. അതിനിടയ്ക്ക് ഇതാ കൊടുക്കും, ശ്ലോക കൃഷ്ണ ഇതൊന്ന് കഴിച്ചു കൊടുക്കുന്നുണ്ട്, യശോദാമ്മ കഴിച്ചാൽ ടേസ്റ്റാ മതി, അങ്ങോട്ട് കൊടുക്കും. സുബലാർജന എനിക്ക് തന്നേക്കണം, ഇങ്ങോട്ട് തരൂ. അവൻ കഴിച്ച എച്ചിൽ വാങ്ങിച്ച് ഇങ്ങോട്ട് കഴിക്കും. ആരാണ് ഭഗവാൻ? യജ്ഞഭുക് പാലകേളി. ആരാണ് ഭഗവാൻ? യജ്ഞഭുക്കാണ് അല്ലേ. യജ്ഞോ യജ്ഞപതിർ യജ്വാ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞഭൃത് യജ്ഞഘൃത് യജ്ഞീ യജ്ഞഭുക് യജ്ഞസാധന യജ്ഞാന്തഘൃത് യജ്ഞഗുഹ്യമന്നമന്നാദേവച. രാവിലെ ചൊല്ലിയില്ലേ നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ണനെ യജ്ഞസ്വരൂപനാണ് ഭഗവാൻ. യാഗശാലയിൽ ശുദ്ധി പോരാന്ന് പറഞ്ഞ് നോക്കാത്ത ഭഗവാൻ ഇപ്പം എന്ത് ചെയ്യണമെന്നറിയോ, എല്ലാവരുടെയും വെച്ചിൽ വാങ്ങിച്ചു കഴിക്കും. എന്നിട്ട് പറയും, അയ്യേ നിൻ്റെ അമ്മയ്ക്കൊരു കൈപ്പുണ്യമൊന്നുമില്ല, എൻ്റെ യശോദാമ്മയുടെ ഒന്ന് കഴിച്ചൊക്കെ എന്തൊരു ടേസ്റ്റാ, അങ്ങോട്ട് കൊടുക്കും. അവൻ്റെ എച്ചിൽ ഇങ്ങോട്ട് വാങ്ങിക്കും, ഇവിടുത്തെ എച്ചിൽ അങ്ങനെ കൊടുക്കും. അങ്ങനെ എന്തെല്ലാം സന്തോഷത്തോടു കൂടിയിട്ടാണ് തിഷ്ഠൻ മധ്യേ സ്വപരി സുഹൃദോഹാസയൻ നർമ്മഭിസ്വയ്യ സ്വർഗേ ലോകേ മിഷതി പൂജേ യജ്ഞഭുക് ബാലകേളി. ഇപ്പം എന്താണെന്നറിയോ, കണ്ണൻ ഈ വനഭോജനം നടത്തുന്ന കാഴ്ച കാണാൻ ആ ദേവന്മാർ, ഋഷീശ്വരന്മാരെല്ലാവരും ആകാശത്തിൽ വന്ന് നിന്നുകൊണ്ട് എല്ലാവരും ശിരസിൽ കൈവച്ചുകൊണ്ട് കൃഷ്ണ ഹരേ ജയ എന്ന് പാടിക്കൊണ്ട് നിൽക്കണു. കാരണം ഭഗവാൻ ഭക്തന്മാരുടെ മുമ്പിൽ അവിടുന്ന് തോറ്റു കൊടുക്കണു. അവിടെ എച്ചിലും മറ്റ് നിർമാല്യമൊന്നുമില്ല. ഭക്തി ഇല്ലാത്തവർ കൊടുക്കുമ്പോഴാണ് ഇങ്ങോട്ട് വരരുത്, അങ്ങോട്ട് മാറി നിൽക്കും, ഇങ്ങോട്ട് നോക്കരുത് എന്നൊക്കെ പറഞ്ഞത് നമ്മളെ ഓടിച്ചു കളയും. കാരണം എന്തുകൊണ്ടാണ്? അത് കർമ്മഠന്മാരാണ്. ഭക്തി വന്നാൽ പിന്നെ മാറ്റി നിർത്തലൊന്നുമില്ല. അവിടെ ഭഗവാനും ഭക്തനും ഒക്കെ ഒന്നാണ്. അവിടെ എച്ചിലില്ല, വറ്റില്ല, നിർമാല്യമില്ല, ശുദ്ധാശുദ്ധങ്ങളില്ല അല്ലേ. അതാണ് ശബരിമലയുടെ പ്രത്യേകത. ശുദ്ധാശുദ്ധങ്ങളൊന്നും ഇല്ലാണ്ട് എന്തുകൊണ്ടാണ്? അവിടെ ഭഗവാനും ഭക്തനും ഒന്ന് തന്നെയാണ്. മറ്റുള്ളിടത്തൊക്കെ എന്ത് പറ്റണമെന്ന് വെച്ചാൽ രണ്ടായിട്ട് നമ്മൾ അങ്ങനെ മാറ്റി നിർത്തിപ്പോയി. ഇനി അതിനെ മാറ്റി കൂട്ടിയാണെങ്കിൽ അത്ര എളുപ്പമല്ല എന്നർത്ഥം. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ വന്നു പോയി കഴിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇവിടെ ഭാഗവതം നമുക്ക് കാണിച്ചു തരാം. എപ്പോൾ ഭഗവാനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ടോ അപ്പോൾ പിന്നെ നമുക്ക് രണ്ടില്ല. കടിച്ചതാണോ, എച്ചിലാണോ, വറ്റാണോ ഒന്നുമില്ല. എല്ലാവരോടൊപ്പം അങ്ങനെ ചിരിച്ചുകൊണ്ടും ചിരിപ്പിച്ചുകൊണ്ടും അങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ട് ആനന്ദത്തോടു കൂടിയിരിക്കുമ്പോൾ ബ്രഹ്മദേവൻ വന്ന് നോക്കിയപ്പോൾ എന്താ കാണണമെന്നറിയോ? ഭഗവാൻ അഘാസുരന് മോക്ഷം കൊടുക്കണം ബ്രഹ്മദേവൻ കണ്ടു. ഇപ്പോൾ ബ്രഹ്മദേവന് വീണ്ടും വീണ്ടും മോഹം കാണാം. നിൻ്റെ ലീലകൾ ഇനിയും ഇനിയും കാണാൻ എന്തെന്നില്ലാത്തൊരു മോഹം. അദ്ദേഹം കണ്ണൻ എന്താ ചെയ്യണമെന്ന് അറിയണ്ടേ. വേഗം എന്താ പൈക്കുട്ടികളെയും പൈക്കളെയൊക്കെ കൊണ്ട് തൻ്റെ ലോകത്തിലേക്ക് മറിച്ചു. കണ്ണൻ എല്ലാം അറിയുന്ന ഭഗവാനല്ലേ. പകുതി കൊണ്ട ചോറുള്ളിയായിട്ട് പതുക്കെ കൊണ്ട് എഴുന്നേറ്റു. കൂട്ടുകാരെ, നമ്മുടെ പൈക്കളെയും പൈക്കുട്ടികളെയും കാണില്ലോ. അവിടുത്തെ ആ കൊമ്പങ്ങോട്ട് വിളിച്ചാൽ മതി, ആ പയ്യെ ഓടി വന്ന് കാല് നക്കി അവിടെ നിൽക്കും. എല്ലാ പശുക്കൾക്കും അറിയാം എവിടെയാണ് പുള്ളിക്കുത്തുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ വാല്, എങ്ങനെയാണ് അതിൻ്റെ കൊമ്പ്, അതിൻ്റെ സ്വഭാവം എന്താണ്, എല്ലാം കണ്ണനെ പോലെ വേറെ ആർക്കും അറിയണത്. അതുകൊണ്ട് ആ കൊമ്പിലങ്ങനെ വിളിച്ചാൽ മതി. ഗംഗേ നമ്മൾ വിളിച്ചാൽ അപ്പം ഗംഗ പശു വരും. ആ കുഞ്ഞു കാലങ്ങനെ നക്കി നിൽക്കും അത്ര. ഇപ്പോൾ ഇത് വിളിച്ചിട്ടൊന്നും പൈക്കളും പൈക്കുട്ടികളും വരണില്ല എന്ന് കണ്ടപ്പോൾ കണ്ണൻ പറഞ്ഞ, കൂട്ടുകാരെ ഞാൻ പൈക്കളെ അന്വേഷിച്ച് വരാട്ടോ എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് അങ്ങനെ കയറി അങ്ങോട്ട് പോയി. അതങ്ങോട്ട് പോകണം കണ്ടപ്പോൾ ബ്രഹ്മദേവന് സന്തോഷമായി. അടുത്ത മണി ഞാൻ തരും കേട്ടോ എന്ന് പറഞ്ഞ്
അപ്പോൾ ആ ഗോപബാലന്മാരെ കൂടി അങ്ങോട്ട് മറിച്ച് തൻ്റെ ലോകത്തിലേക്ക്. കണ്ണൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താ, ഗോപാലന്മാരെയും കാണില്ല. ആ കൊടും കാട്ടിൽ കണ്ണൻ ഒറ്റയ്ക്കായി. 5 വയസ്സായ ഉണ്ണികൃഷ്ണൻ പകുതി കൊണ്ട ചോറുള്ളയും കൊമ്പും കുഴലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കാം. എൻ്റെ പൈക്കുട്ടിയെയും കാണില്ല, എൻ്റെ കൂട്ടുകാരെയും കാണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞി കണ്ണങ്ങനെ നിറഞ്ഞൊഴുകണു. അതാണ് ഭഗവാന്റെ മായയിൽ പെട്ടു ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ ഒന്ന് ചിരിച്ചു, ഇങ്ങനെ തന്നെ വരണം, നിനക്ക് വേഷം കെട്ടി വന്നേക്കാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തൻ്റെ ലോകത്തിൽ ചെന്നപ്പോൾ എന്താണെന്നറിയോ, തൻ്റെ സത്യലോകത്തിൽ ചെന്നപ്പോൾ തൻ്റെ ചെയറിൽ വേറെ ഒരു 3 തലയുള്ള ബ്രഹ്മാവ് ഇരിക്കുന്നു. അല്ല, അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കാടുമാർ പറഞ്ഞു, എവിടേക്കാ താൻ വരണത് വെച്ച് 3 തലയും വെച്ച്. അല്ല, ഞാൻ അവിടുത്തെ ഒറിജിനൽ ബ്രഹ്മാവ് ഒറിജിനലോ തന്നെയൊക്കെ ഡിസ്മിസ് ചെയ്തിട്ട് കാലം എത്രയായി, താനൊന്നും ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരണ്ടാന്നാണ്, പുതിയ പോസ്റ്റിങ് കഴിഞ്ഞുകൊണ്ട് പൊക്കളാൻ പറഞ്ഞു അത്ര. അപ്പോഴാണ് ബ്രഹ്മദേവൻ പറഞ്ഞു, അല്ല ഞാനല്ലേ ഇവിടുത്തെ ഒറിജിനൽ ആൾ, താൻ ഒറിജിനൽ താൻ പൊക്കോളൂ, ഇവിടെ പുതിയ ആളെ പോസ്റ്റ് ചെയ്തു എന്നാണ്. ബ്രഹ്മദേവനാകെ പ്രശ്നമായി. അദ്ദേഹം ഓടി ഇവിടെ നോക്കും. ഇവിടെ വരുമ്പോൾ എന്താണെന്നറിയോ, പണ്ട് എങ്ങനെയാണോ കണ്ണൻ ഇരുന്നത് അതേപോലെ തന്നെ എല്ലാവരോടൊപ്പം ഇരുന്ന് ചിരിച്ചുകൊണ്ട് അങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. കൈക്കുട്ടികളൊക്കെ അവിടെ മേനുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ, ഏതിനെ നോക്കുമ്പോഴും ചതുർഭുജ ശംഖചക്രഗതാരാജീവപാണയ കിരീടിന കുണ്ടലിനോ ഹാരിണോ വനമാലിന ശൈവത്സാംഗതോ രത്നകമ്പുകങ്കണപാണയ മൂപുരൈ കടകൈർഭാത കടിസൂത്രാങ്കുലീയ കൈഹി. എവിടെ നോക്കുമ്പോഴും ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗ്യഹൃദ്ധ്യാനഗമ്യം നാരായണാകൃതിമസംഖ്യതമാം നിരീക്ഷ്യ. എവിടെ നോക്കുമ്പോഴും ആ ശ്രീപത്മനാഭനെ കണ്ടു എന്നാണ്. പശുക്കളിലും പൈക്കളിലും കുട്ടികളിലും ഇന്ന് വേണ്ട കൊമ്പിലും കൊള്ളിലും എല്ലായിടത്തും എവിടെ നോക്കുമ്പോഴും അവിടെ എല്ലാം ആ ശ്രീപത്മനാഭനെ അങ്ങനെ കണ്ടു. ആ ഭഗവാന്റെ നാഭീയമുളത്തിരിക്കുന്ന തന്നെയും കൂടി കണ്ടപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി, ഞാൻ മായയിൽ പെട്ടുപോയത് കൊണ്ടാണല്ലോ ഞാൻ ഭഗവാനെ പരീക്ഷിക്കാൻ ഇറങ്ങിയത്. അജ്ഞാനാവസ്ഥയിൽ ഞാൻ ഭഗവാനെ പരീക്ഷിച്ചു. ഇപ്പം എന്താ, ഭഗവാൻ തൻ്റെ സ്വരൂപം കാണിച്ചു തന്നു. സർവത്ര ഞാൻ മാത്രമേ ഉള്ളൂ, അഹമേവാസമേവാഗ്രേണ അന്യ സഹസ്രപരം. അന്നേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബ്രഹ്മാവിന്. ബ്രഹ്മഹൃദായ ആദികവയെ, ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ട് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അന്ന് പറഞ്ഞു കൊടുത്തതാ. പിന്നെ എന്തിനാ ബ്രഹ്മാവ് വേണ്ടാത്ത പണി കാണിച്ചത്? ഇപ്പോൾ ബ്രഹ്മാവിന് ആ ബോധം വന്നു, ഇവിടെ ഭഗവാനേ ഉള്ളൂ, ഞാനില്ല എന്ന് മനസ്സിലാക്കി. വേഗം 3 ശിരസും പാദത്തിൽ മുട്ടാൻ പാകത്തിന് ഒരു ശയന പ്രദക്ഷിണം നടത്തി കരഞ്ഞുകൊണ്ട് നവമീഠതേ ഭവപുഷേ തടിതംബരായ കുഞ്ചാവതം സപരിപിഞ്ചല സന്മുഖായ വന്യസ്വജേ കപളവേത്ര വിഷാണ വേണു ലക്ഷ്മശ്രിയേ മൃദുപതേ പശുപങ്കജായ നവമീഠതേ ഭവപുഷേ തടിതംബരായ. ആ മിന്നൽപ്പടവ് പോലെ മനോഹരമായിരിക്കുന്ന പീതാംബരപ്പെട്ട്, അതേപോലെ നല്ല കാർമേഘത്തിൻ്റെ നിറത്തോടു കൂടി നല്ലതാ കുന്നിക്കുരുമുള്ള ആ മാലകളൊക്കെ ചാർത്തി, വനമാലയൊക്കെ ചാർത്തി, പീലിക്കണ്ണുകളും ഒക്കെ ചാർത്തിക്കൊണ്ട് ഒരു കയ്യിൽ പകുതി കൊണ്ട ചോറുള്ളയും ഒരു കയ്യിൽ കാലിക്കോലും ഓടക്കോലും അങ്ങനെ അരയിൽ തിരികെയുണ്ട്. ആ പീതാംബരപ്പെട്ടും പാദസരങ്ങളും അരമണികളും കിങ്ങിണികളും ഒക്കെ അണിഞ്ഞിട്ടുള്ള ആ മഹാലക്ഷ്മി സദാ പൂജിച്ചു കൊണ്ടിരിക്കുന്ന ആ തൃപ്പാദങ്ങളോട് കൂടിയിട്ടുള്ള ആ നന്ദഗോപുരം പുത്രനായിക്കൊണ്ട് നമസ്കാരം 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 കണ്ണീരൊഴുക്കാണ്. അധരങ്ങൾ ചരങ്ങളായതും നീ അധല ബ്രഹ്മവികർമ്മതായതും നീ സർവ്വതും നീ തന്നെ കണ്ണാ. നിന്നെ അറിയാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് അമ്മയുടെ വയറ്റത്ത് ചവിട്ടിയാലും അമ്മയ്ക്ക് വേദനിച്ചാലും അമ്മയ്ക്ക് സന്തോഷമല്ലേ? അതേപോലെ അവിടുത്തെ നാഭിയിലുണ്ടായ ഈ ഉള്ളവൻ അവിടുത്തെ പുത്രനല്ലേ കണ്ണാ? അതുകൊണ്ട് അനുഗ്രഹിക്കണേ. അവിടുത്തെ മഹിമ അറിയാതെ കണ്ട് എന്തൊക്കെയോ ചെയ്തു പോയി, അതുകൊണ്ട് ക്ഷമിക്കണേ കൃഷ്ണ എന്ന് പറഞ്ഞ് ആ ബ്രഹ്മദേവൻ വീണ്ടും മനോഹരമായിട്ട് സ്തുതിച്ചു, വീണ്ടും നമസ്കരിച്ചു. അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവജൗകസ എന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. എത്ര പുണ്യം ചെയ്തു! ഈ വൃന്ദാവനത്തിലെ സകല ജീവരാശികളും അവർക്കെല്ലാം കൺകുളിർച്ച കണ്ണനെ കാണാലോ, കണ്ണനോടൊപ്പം കളിക്കാലോ, അവിടുത്തോടൊപ്പം ആഹാരം കഴിക്കാലോ, എല്ലാത്തിനും അവിടുത്തെ അണിയിച്ചൊരുക്കാൻ എത്രയോ ഭാഗ്യം ചെയ്തു. കാട്ടിലെ കാട്ടാള സ്ത്രീകൾ പോലും അതൊന്നും ഈയുള്ളവന് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രഹ്മദേവൻ കണ്ണീരൊഴുക്കിക്കൊണ്ട് വീണ്ടും നമസ്കരിച്ചു. കണ്ണാ അനുഗ്രഹിക്കണേ.
സർവ്വതും ക്ഷമിക്കണേ മനസ്സോ വപുഷോ വാചോ വൈഭവം തവ ഗോചര അനുജാനീഹി മാം കൃഷ്ണ സർവം ത്വം വേഴ്സി സർവധൃക് ത്വമേവ ജഗതാം നാഥോ ജഗതേതൽ തവാർപ്പിതം. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ഗുരുവായൂരപ്പ അവിടുന്ന് ക്ഷമിക്കണേ. എല്ലാം ആ പാദങ്ങളിൽ ഞാനെന്നും എൻ്റെ എന്നും എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കണേ. പ്രളയകാലം വരെ അവിടത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രഹ്മദേവൻ വീണ്ടും ആ പാദങ്ങളിൽ വീണ്ടും നമസ്കരിച്ചു. ഭഗവാൻ കണ്ട ഭാവം നടിച്ചില്ല. എന്തിനാ എൻ്റെ കൂടെയുള്ളവരെയൊക്കെ അകറ്റിക്കൊണ്ടുപോയത്? അതാണ് ഭഗവാൻ ഇഷ്ടപ്പെടാത്തത് അല്ലേ? ഭഗവാൻ ഇഷ്ടം എന്താണെന്നറിയോ? എവിടെയൊക്കെ കിടക്കുന്നവരെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്നവരോടാ ഭഗവാൻ ഇഷ്ടം കൂടുതൽ. അല്ലാണ്ട് അവിടെ വന്നിരിക്കുന്നവരെ പറഞ്ഞു വിടുന്നവരോടല്ല ഗുരുവായൂരപ്പന് ഇഷ്ടം അല്ലേ? എവിടെയോ കിടക്കുന്നവരെ മുഴുവൻ ഈ തിരുമുറ്റത്തേക്ക് കൊണ്ടുവരുമ്പോൾ, ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് ഭഗവാൻ ഒരു ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ദ്രനോട് സംസാരിക്കും ഭഗവാൻ. ഇന്ദ്രനെ അനുഗ്രഹിക്കേണ്ടത്. ബ്രഹ്മാവിനെ കണ്ട ഭാവം നടിച്ചില്ല ഭഗവാൻ. എന്താണെന്നറിയോ? എന്തിനാ എൻ്റെ കൂടെയുള്ള എൻ്റെ ഭക്തന്മാരെയൊക്കെ മാറ്റിയത് ഇവിടുന്ന്? എന്തിനാ പറഞ്ഞയച്ചത്? അതാണ് അവിടത്തേക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്നത്. ബ്രഹ്മദേവൻ കുറച്ചു നേരം അങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണന് ചുറ്റും നടന്നു. അവസാനം പതുക്കെ തിരിഞ്ഞു നോക്കി അദ്ദേഹം തൻ്റെ ബ്രഹ്മലോകത്ത് ചെന്നപ്പോൾ തൻ്റെ സീറ്റ് ഒഴിഞ്ഞു കിടക്കേണ്ടത്. തനിക്ക് വീണ്ടും ആ സ്ഥാനം കിട്ടിയെന്നാണ്. എപ്പോൾ ഈശ്വരനെ മറക്കണോ? ഈശ്വരനെ മറക്കുമ്പോൾ നമ്മുടെ എല്ലാ സ്ഥാനമാനങ്ങളും പോകും. എപ്പോൾ ഭഗവാനെ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ടോ, എപ്പോൾ നമ്മൾ ഭഗവാനെ നമിക്കുന്നുണ്ടോ, അപ്പോൾ നമുക്ക് എവിടെ ചെന്നാലും വിലയും നിലയുണ്ടാവും അല്ലേ? ഭാഗവതം നമുക്ക് പറഞ്ഞു തരാം. ഭഗവാനെ സ്മരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സമ്പത്ത്. എന്താണ്? ആ ഭഗവത് സ്മൃതി. അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. എപ്പോൾ ഭഗവാനെ മറക്കണോ അതാണ് ഏറ്റവും വലിയ ആപത്ത്. അത് നമുക്ക് ഭാഗവതം കാണിച്ചു തരാം. അതുകൊണ്ട് ഈശ്വരനിൽ മനസ്സ് ഉറപ്പിക്കാൻ നമുക്ക് ഓരോ ദിവസം കഴിയും തോറും, പ്രായം കൂടി വരും തോറും കണ്ണാന്ന് വിളിക്കാറാണ് നമുക്ക്. ഇനി മറ്റൊരാളും എനിക്ക് ആശ്രയമില്ല, മറ്റാരും തുണയില്ല എനിക്ക് ഗുരുവായൂരപ്പാ നീ എന്നേ. മറ്റാരും എനിക്ക് തുണയില്ല കണ്ണാ, നീ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാറാവണം. അങ്ങനെ ഭഗവാൻ ഒരു ദിവസം തൻ്റെ ഏട്ടനെ പൂജിക്കണമെന്ന് തോന്നി അത്ര ഉണ്ണികൃഷ്ണന്. എന്താണെന്ന് വെച്ചാൽ ശ്രീരാമാവതാര കാലത്ത് ലക്ഷ്മണനായിട്ട് വന്ന ആളാണ് അനന്തൻ. അന്ന് കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ കൂടി, കാരണ വഴിയിൽ കൂടി എത്രയോ നടന്നു, എത്രയോ കഷ്ടപ്പെട്ടു. അന്ന് കാല് വേദനിക്കുമ്പോൾ ഏട്ടന് മോഹം ഉണ്ടായിരുന്നു ഒന്ന് കാല് തിരുമ്പി കൊടുക്കണമെന്ന്. പക്ഷേ താൻ അന്ന് കാരണവരല്ലേ, അപ്പോൾ ഇങ്ങനെ അന്യൻ്റെ കാല് തിരുമ്പി കൊടുക്കുക. അതുകൊണ്ട് അന്നൊന്നും ചെയ്തു കൊടുത്തില്ല. സജ്ജനങ്ങൾ പറയാത്ര, ശ്രീരാമാവതാരം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ തന്നെ അനന്തമൂർത്തി പറഞ്ഞത്ര, ഭഗവാനെ ഇനി എനിക്ക് അന്യനായിട്ടുള്ള ഒരു റോഡ് തകരെടുത്തിട്ടോ എന്ന് പറഞ്ഞിരുന്നതാണ്. കാരണം വയ്യേണ്ടയായി. അത്രയും നാള് 10-14 കൊല്ലം ആ കല്ലിലും മുള്ളിലും ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് ഏട്ടന് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഇനി കൃഷ്ണാവതാരം എടുക്കണ്ട്, അപ്പോൾ ഏട്ടനായിട്ട് വന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഏട്ടനായിട്ട് വന്നു. 2-3 മാസത്തിൻ്റെ വ്യത്യാസമുള്ളെങ്കിലും ആ ഏട്ടൻ എന്ന് പറഞ്ഞാൽ എത്ര ഇഷ്ടമാണ് ഏട്ടന് അനിയനെന്നറിയോ? അത്രമാത്രം ഏട്ടനെ അത്രമാത്രം സ്നേഹിക്കണം. അനിയനും ഏട്ടനും അത്ര സ്നേഹമാണ്. ഇത് ഭാഗവതത്തിൽ കൂടി നമ്മൾ എന്തിനാണ് ഇതൊക്കെ പറയണമെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുണ്ടാക്കി വിട്ടും കുത്തുമായിട്ട് കഴിയുമ്പോൾ ഭാഗവതത്തിൽ കൂടി പറയാം, ഈ ഭ്രാതൃസ്നേഹം അത് കണ്ടു പഠിക്കണം എന്ന് പറയാം. അതുകൊണ്ട് ഒരു ദിവസം ഏട്ടനെ കാട്ടിൽ കൊണ്ടുപോയ സമയത്ത് ഏട്ടനെ അവിടെ കിടത്തി. അത്ര ധാരാളം പൂക്കളെ കൊണ്ട് നല്ലൊരു മെത്ത ഉണ്ടാക്കി അതിലങ്ങനെ കിടത്തി. ആ പാദങ്ങൾ തൻ്റെ മടിയിൽ വെച്ച് അങ്ങനെ തിരുമ്പി കൊടുത്തു ഭഗവാൻ. ഏട്ടാ എന്ത് രസാ, ഏട്ടനെ പോലെ കേമനായിട്ട് ഈ ലോകത്തിൽ വേറെ ആരാ ഉള്ളത്? അതാ പറയുന്നതെല്ലാം അവിടെ നിന്നല്ലേ. ഇതാ നോക്കൂ, ആകാശം നോക്കി നിൽക്കുന്നത് ആരെയാണെന്നറിയോ? എൻ്റെ ഏട്ടനെയാണ്. നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും ഒക്കെ നോക്കി നിൽക്കുന്നത് ആരെയാണെന്നറിയോ? എൻ്റെ ഏട്ടനെ തന്നെ. അവർക്കെല്ലാം ഏട്ടനോടാ ഇഷ്ടം കൂടുതൽ. ഈ പ്രകൃതി മുഴുവനും നോക്കൂ, ഇതാ ഫലമൂലങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ധാരാളം വൃക്ഷങ്ങൾ അവരിങ്ങനെ താന്ന് വരണം. എന്തിനാണെന്നറിയോ? എൻ്റെ ഏട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവരൊക്കെ വരുന്നത്. ഫലങ്ങളൊക്കെ നിറഞ്ഞ കൊമ്പുകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കണു. അവരെല്ലാം തല കുനിച്ച് നിൽക്കണു. ഏട്ടൻ്റെ പാദത്തിൽ നമസ്കരിക്കണു ഏട്ടാ അവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അങ്ങനെ കാല് തിരുമ്പി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു കാറ്റ് വീശി ധാരാളം പൂക്കൾ ഏട്ടൻ്റെയും അനുജൻ്റെയും ശരീരത്തിൽ അങ്ങോട്ട് വന്ന് വീണപ്പോൾ, തിരുമേനിയിൽ അങ്ങോട്ട് വീണപ്പോൾ ആ പുഷ്പവൃഷ്ടി കണ്ട ഏട്ടാ
പ്രകൃതിക്ക് എത്ര സന്തോഷമായി ഏട്ടനെ കണ്ടപ്പോൾ ഏട്ടനെ പൂജിച്ചു. അങ്ങനെ കുറേ നേരം പൂജിക്കുക മാത്രമല്ല, അതോടുകൂടി ഏട്ടൻ പതുക്കെ എഴുന്നേറ്റ് ആ ധേനുകാസുരൻ എന്നൊരു കഴുതയുടെ രൂപത്തിലൊരു അസുരൻ ഉണ്ടായിരുന്നത്, ആ അസുരനെയൊക്കെ വധിച്ച് എല്ലാവർക്കും സൗഖ്യത്തിനെ കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം കാളിന്തിയുടെ തീരത്ത് ചെന്ന് കാളിന്തിയുടെ വെള്ളം കുടിച്ച പൈക്കളും പൈക്കുട്ടികളും ഗോപപാലന്മാരൊക്കെ മരിച്ചു എന്ന് കണ്ടപ്പോൾ വീക്ഷയ അമൃതവർഷിണ്യ സമാധാൻ സമപൂജയിൽ ഭഗവാൻ തൻ്റെ അമൃതവർഷം കൊഴിയുന്ന തൻ്റെ തൃക്കണ്ണിനെ കൊണ്ട് ഒന്ന് കടാക്ഷിച്ചപ്പോഴേക്കും അവരെല്ലാം എഴുന്നേറ്റു. എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ എഴുന്നേറ്റ് വന്നു. കണ്ണൻ നിന്ന് കണ്ണോടിക്കുമ്പോൾ ആ കാളിന്തിയുടെ തീരത്ത് നിൽക്കുന്ന വൃക്ഷലതാദികളെല്ലാം കരിഞ്ഞുണങ്ങി കിടക്കുന്നത് കണ്ടു. കണ്ണന് തോന്നി, ഇങ്ങനെ ആയാൽ പറ്റില്ലല്ലോ, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം ഈ പ്രകൃതിയെ നശിപ്പിക്കാൻ ആർക്കാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? അത് പാടില്ലല്ലോ. ഭഗവാൻ നല്ല നദീ സംരക്ഷകനാണ്, നല്ല പ്രകൃതി സംരക്ഷകനാണ്, നല്ല ഗോസംരക്ഷകനാണ്, നല്ല സ്ത്രീ സംരക്ഷകനാണ്, നല്ല കുട്ടികളുടെ സംരക്ഷകനാണ്. ഇങ്ങനെ നോക്കിയാൽ കണ്ണൻ്റെ ലീലകൾക്ക് എന്തേ ഒരു അറുതിയുള്ളത്? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതെല്ലാം അതിന് പരിഹാരം ദാ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണിച്ചു തരിക. ഏതെല്ലാം തരത്തിലാണ് ഭഗവാൻ, അല്ലേ? ഇത് നമ്മൾ വെറുതെ രാഷ്ട്രീയക്കാർ പറയലുള്ളൂ, അങ്ങനെ ചെയ്യണം, പ്രകൃതി സംരക്ഷണം, അങ്ങനെ സംരക്ഷണം, സ്ത്രീ സംരക്ഷണം, വെറുതെ കുറയ്ക്കാന്നല്ലാണ്ട് ഒരു കാര്യമില്ല എന്നർത്ഥം. എന്തുമാത്രം കണ്ണീര് വീഴുന്നു. ഭഗവാൻ പണ്ടേ കാണിച്ചു തരുന്നു, ഈ നദികൾ നമുക്ക് വേണം, ഈ ഭൂമി നമുക്ക് വേണം, ഈ പ്രകൃതി നമുക്ക് വേണം, എല്ലാം നമുക്ക് ആവശ്യമാണ് എന്ന് ഭാഗവതം അല്ലെങ്കിൽ ഭഗവാൻ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തരിക. ഇത് ശ്രീരാമാവതാരക്കാർക്ക് ചെയ്തില്ല. അദ്ദേഹം ഏതെങ്കിലും സരയൂ നദി എന്ന ഒന്ന് ക്ലീൻ ആക്കിയേക്കാം, അദ്ദേഹം വിചാരിച്ചില്ല എന്നാണ്. സരയൂ നദി നേരെയാക്കിയില്ല, ഗംഗയെ നേരെയാക്കിയില്ല, യമുനയെ നേരെയാക്കിയില്ല, അല്ലേ? കണ്ടോ, ഒന്നും ചെയ്തിട്ടില്ല. അന്ന് ഇതേപോലെ ഒന്നും ചെയ്തില്ല. കുരങ്ങുകൾക്ക് ഭക്ഷണം കൊടുക്കേ, പശുക്കളെ മേയ്ക്കേ ഒന്നും ചെയ്തില്ല. ഇവിടെ കണ്ണൻ അങ്ങനെയല്ല, നല്ല സ്ത്രീ സംരക്ഷകനായിട്ട് മാറി, നല്ല കുട്ടികളുടെ സംരക്ഷകനായിട്ട് മാറുന്നു. അതേപോലെ ഗോസംരക്ഷകനായിട്ട്, പ്രകൃതി സംരക്ഷകനായിട്ട്, നദീ സംരക്ഷകനായിട്ട്, അതുപോലെ തന്നെ എല്ലായിടത്തും നന്മ ഉണ്ടാവണം, എല്ലാവർക്കും ഗുണം ഉണ്ടാവണം എന്നുള്ള മട്ടിലാണ് സമസ്ത ലോക സുഖിനോ ഭവന്തു എന്നൊരു മനോഭാവം. അതാണ് ഗുരുവായൂരപ്പൻ്റെ ലീലകൾ ഓരോന്നും. ഭഗവാൻ എന്ത് ചെയ്യുമെന്നറിയോ? പിറ്റേ ദിവസം ആരോടും പറയാതെ കണ്ട് ആ മൗലിലഞ്ജന കുപിതനായിരിക്കുന്ന ആ കാളിയനെ ഒന്ന് ശരിയാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാൻ പിറ്റേ ദിവസം ഏട്ടനോട് പറഞ്ഞില്ല. ഏട്ടനില്ലാണ്ട് എങ്ങും പോവാറില്ല. എപ്പോൾ പോവുകയാണെങ്കിലും ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂട്ടാതെ, ഇങ്ങനെയാണ് അന്ന് പോയത്. എങ്ങനെയാണ്? ഏട്ടനോടൊന്നും പറയാണ്ട് വെളുപ്പിന് എഴുന്നേറ്റ് പോയി തൻ്റെ അരമണിക്ക് ഇങ്ങനെയൊക്കെ വേണ്ട മാതിരി ഉറപ്പിച്ച് ഓടക്കുഴലൊക്കെ യഥാസ്ഥാനത്ത് വെച്ചിട്ട് ആ അടുത്തുള്ള കടമ്പ കുട്ടൻ്റെ മുകളിൽ കയറി ആ വെള്ളത്തിലേക്ക് എടുത്ത് അങ്ങോട്ട് ചാടിയോടുകൂടി നല്ല ആഴമേറിയ സ്ഥലത്തേക്ക് അങ്ങോട്ട് ചാടിയപ്പോഴേക്കും ഒരു പർവ്വതം വീണതുപോലെ തോന്നിയെന്നാണ്. കാരണം നദിക്ക് എന്തേ ഒരു ഗുണം, നമ്മൾ നദിയുടെ തീരത്തൊക്കെ ചെന്ന് താമസാക്കുക എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നദിക്ക് സ്വതേ തന്നെ ഒരു ശൈത്യം ആകുന്നൊരു കാറ്റുണ്ട്, അല്ലേ? ശൈത്യം മാത്രമല്ല, വല്ലാണ്ട് കാറ്റ് അടിക്കുകയില്ല, ഒരു മാന്ദ്യം, ഒരു മന്ദമാരുതൻ അതിങ്ങനെ വീശും. അപ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു സുഖം നമുക്കുണ്ടാവും. അത് മാത്രമല്ല, എത്രയോ ഔഷധങ്ങൾ ആ നദിയുടെ തീരത്തുണ്ടായി നിൽക്കുന്നുണ്ടാവും. അതിൽ നിന്ന് തട്ടി വരുമ്പോൾ അതിനൊരു സൗരഭ്യം ഉണ്ടാവും, അല്ലേ? അതാണ് ഈ നദിയുടെ തീരത്തൊക്കെ പണ്ടുള്ളവരൊക്കെ പോയി താമസിക്കാനുള്ള കാരണം. ഈ 3 ഗുണങ്ങൾ ഒരു നദിക്ക് ഉണ്ടാവേണ്ട 3 ഗുണങ്ങളാണ്. ശൈത്യം ഉണ്ടാവണം, അതേപോലെ സൗരഭ്യം ഉണ്ടാവണം, അതുപോലെ മാന്ദ്യം ഉണ്ടാവണം. ഈ 3 ഗുണങ്ങൾ ഉണ്ടെങ്കിലാണ് നദി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്നത്തെ നദിയിലൊക്കെ പോയി നോക്കിക്കോളൂ, ചാലക്കുടി പുഴയുടെ തീരത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിക്കോളൂ, കാരണം നമുക്കിതൊന്നും തോന്നില്ല. കാരണം എല്ലാം വിഷം ചീറ്റിക്കൊണ്ടാണ് ഒഴുകണത്. കാരണം എന്താ? അത്രമാത്രം വിഷമല്ലേ അതിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അന്നും ഉണ്ടായി ഇതെന്നാണ്. ഭഗവാൻ നോക്കിയപ്പോൾ ഇതൊന്നും കാണില്ല. ആ കാളിന്തിയിലേക്ക് ഒരു ചാട്ടം കൊടുത്തപ്പോൾ ഒരു പർവ്വതം വീണതുപോലെ തോന്നിയത്ര. വെള്ളം ദശയോജന ദൂരേക്ക് അങ്ങോട്ട് തെറിച്ചപ്പോൾ ആ തിരമാലകളോടുകൂടി തെറിച്ചപ്പോൾ കാളിയൻ അങ്ങോട്ട് ദേഷ്യം വന്നു. തൻ്റെ ലോകത്തിലേക്ക് ആരെങ്ങനെ ചാടിയത് എന്നുള്ള മട്ടിൽ ബഹുശൃംഗണമഞ്ജന ശൈലമിവ മേൽപ്പത്തൂർ അങ്ങനെ പറഞ്ഞത്. ഒരു അഞ്ജനാ പർവ്വതം, അനവധി അതിനോട് ശിഖരങ്ങളോടുകൂടിയിട്ടുള്ള ഒരു അഞ്ജനാ പർവ്വതം വന്നതുപോലെ അയാൾ ശിഖരങ്ങളങ്ങനെ വിടർത്തിയതാ കണ്ണനെ അങ്ങോട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചു വന്നു. അവൻ നോക്കിയപ്പോൾ കണ്ണൻ ഇത്തിരിയേ ഉള്ളൂ, 6 വയസ്സാവുന്നുള്ളൂ. ഇത്ര ഉള്ളൂ. ഇത് ചാടിയിട്ടാണ് ഇത്ര അധികം വലിയൊരു പർവ്വതം വീണതുപോലെ. ബ്രഹ്മാണ്ടങ്ങളൊക്കെ കണ്ണൻ്റെ ഉദരത്തല്ലേ. പിന്നെ കണ്ണൻ ചാടി
എങ്ങനെയാ നദിക്ക് താങ്ങാൻ പറ്റുന്നത്? ആ ദേഷ്യം അങ്ങോട്ട് വന്നു. കണ്ണനെ ഇപ്പോൾ പിടിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ചെന്നപ്പോൾ കണ്ണനുണ്ടോ വല്ല ബുദ്ധിമുട്ട്, കുറച്ച് നേരം നീന്തി ഇറങ്ങും. പിന്നെ കണ്ണന് തോന്നി എല്ലാവരും വരണേന് മുമ്പ് ഇവിടെ പരിധിക്ക് ഇറങ്ങും, ഇല്ലെങ്കിൽ പിന്നെ കയറാൻ പറ്റില്ല. അതുകൊണ്ട് വേഗം നിന്ന് കൊടുത്തപ്പോൾ എന്തായി, അവൻ വാലുകൊണ്ട് അങ്ങനെ ചുറ്റി വരിഞ്ഞങ്ങനെ കൊല്ലാമെന്ന് വിചാരിച്ചു. ഭഗവാനുണ്ടോ അണു കൃഷ സ്ഥൂലോ എന്നല്ലേ ഭഗവാനെ പറയുന്നത്. ചിലപ്പോൾ അണുവാകും, ചിലപ്പോൾ സ്ഥൂലമാവും, ചില സമയത്ത് ബൃഹത്താവും, എന്തെല്ലാം ഭാവം ഏത് വേണം അവിടത്തേക്ക് അത് എടുക്കാൻ അറിയാലോ. അതുകൊണ്ട് കണ്ണൻ എന്ത് ചെയ്തു, വേഗം ഒരു കൊച്ചായിട്ട് അങ്ങോട്ട് ഒരു അണു രൂപത്തിൽ അങ്ങോട്ട് മാറി അവൻ്റെ കെട്ടിൽ നിന്ന് അങ്ങോട്ട് മാകട്ടെ ഒരൊറ്റ ചാട്ടം കൊടുത്തു അവൻ്റെ തലമുണ്ടയിലേക്ക്. ആ ഭണങ്ങളുടെ മുകളിലേക്ക് അങ്ങോട്ട് കയറിയിരുന്നു. വാലുകൊണ്ട് അടിക്കാൻ വന്നപ്പോൾ ഒരു കൈ കൊണ്ട് വാലിലങ്ങനെ പിടിച്ചു. അപ്പോഴേക്കും താൻ കണ്ണനെ കാണാതെ കണ്ട് യശോദാമ്മയും പശുക്കളും പശുക്കുട്ടികളും ഗോപബാലന്മാരും നന്ദഗോപുരം എല്ലാം വിഷമിക്കാൻ തുടങ്ങി. കണ്ണാ 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 എന്ന് വിളിച്ചുകൊണ്ട് അവർ കരഞ്ഞുകൊണ്ട് ആർത്തലച്ചുകൊണ്ട് കണ്ണൻ്റെ പാദങ്ങൾ ആ മണലിലങ്ങനെ പതിഞ്ഞു കിടക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് അന്വേഷിച്ച് അവസാനം അവർ കാലും തീരത്ത് വന്നപ്പോൾ ഇത്രയും വലിയ ആ നദി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു സർപ്പത്തിൻ്റെ ശിരസിൽ കൊച്ചുണ്ണിക്കണ്ണൻ അങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ അവരെല്ലാം മോഹാലസ്യപ്പെട്ടു വീണു. എല്ലാവരും ആ വെള്ളത്തിലേക്ക് ചാടാൻ പോകുമ്പോൾ ബലരാമൻ എല്ലാവരെയും തടഞ്ഞു നിർത്തി. കാരണം ഭഗവാന്റെ മഹിമ അറിയണത് ബലരാമന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബലരാമൻ തടഞ്ഞു നിർത്തിയെന്ന് മാത്രമല്ല, നിങ്ങൾ വിഷമിക്കേണ്ട, കണ്ണൻ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും തടഞ്ഞു നിർത്തി. നിങ്ങൾ നല്ല കാഴ്ച കണ്ടോളൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് പിന്നെ നിൽക്കുമ്പോഴേക്കും ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന നൃത്ത പരിപാടികൾ തുടങ്ങുകയാണ്. അപ്പോഴേക്കും ഏറ്റവും വലിയ നൃത്തത്തിൻ്റെ ആളാരാ? അത് മഹാദേവനാണ്. ലോകം കിട്ടുകിടെ വിറപ്പിക്കുന്ന താണ്ഡവ നൃത്തം. ലാസ്യത്തിൻ്റെ ആളാണ് പാർവതി. അവർ രണ്ടുപേരാണ് ജഡ്ജസായിട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. പിന്നെ ധാരാളം പേര് വാദ്യമേളങ്ങളൊക്കെ ആയിട്ട് ഭഗവാന് പക്കമേളം എല്ലാവരും റെഡി ആയി കഴിഞ്ഞിരുന്നു. കാണികൾ ഇഷ്ടം പോലെ ഉണ്ട്. അത്ര കണ്ണനെ നോക്കിയപ്പോൾ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നൃത്തം തുടങ്ങിയല്ലേ എന്നുള്ള മട്ടിലാണ്. അതിമനോഹരമായിരിക്കുന്ന ഒരു നൃത്തം. ആരുഷ്യത്തൽ ഭണശതം മണിവൃന്ദമനോഹരം നർത്ത നടവൽ കൃഷ്ണോ നടവേഷോ മനോഹര ഗായൻ സപ്തസ്വരൈരാഗം സംഗീതം സജതാളകം. ശൃംഗാരം, ഹാസ്യം എന്ന് വേണ്ട, അത്ഭുതം എന്തൊക്കെയാണ് വേണ്ടത്, കരുണം, രൗദ്രം, വീരം, ഭയാനകം, ബീഭത്സം, എല്ലാ രാഗങ്ങളും എല്ലാ ഭാവങ്ങളും ഭഗവാന്റെ മുഖത്ത് ഇങ്ങനെ വിടലുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു കൈ കൊണ്ട് വേണുഗാനം മുഴക്കാൻ ഗുരുവായൂരപ്പനല്ലാണ്ട് വേറെ ആക്കാൻ സാധിക്കുക. ഓരോ ഭണങ്ങൾ പൊങ്ങി വരുമ്പോൾ അതിലേക്ക് എടുത്ത് ഇങ്ങനെ ചാടും. സ്കൂൾ യുവജനോത്സവത്തിനൊക്കെ കാണാറില്ലേ, അനവധി സ്റ്റേജിലായിരിക്കും കുട്ടികളൊക്കെ പരിപാടി കളിക്കുക. ഒരിടത്ത് ഒപ്പനയാണെങ്കിൽ ഒരിടത്ത് ഭരതനാട്യം, വേറൊരിടത്ത് കഥകളി, ഇങ്ങനെ. അതേപോലെ തന്നെ ഇവിടെ കളിക്കുന്ന ആൾ ഒന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റേജ് ധാരാളം ഉണ്ടേനും. കണ്ണൻ എന്ത് ചെയ്യണം, ഒരു ഭരണത്തിൽ കഥകി നിർത്താണെങ്കിൽ ഒരിടത്ത് മയൂര നിർത്താം, വേറൊരിടത്ത് ഭരതനാട്യമാണെങ്കിൽ വേറെടുത്ത് കുച്ചിപ്പുടിയാണ്. ഇങ്ങനെ പല കാണികൾക്ക് കണ്ട് രസിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മഹാദേവനെ ഇങ്ങനെ പാർവതി വിളിക്കേ, മഹാദേവ ആ ചുവടെങ്ങനെയാ, ആ രാഗം എങ്ങനെയാ, താളം എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുക. അത്ര മഹാദേവൻ പറഞ്ഞു, പാർവതി ഒക്കെ അത് അവിടുന്ന് കണ്ടുപിടിച്ചോളൂ. അഖില കലാതി ഗുരു നണത്ത. എല്ലാത്തിൻ്റെയും നാഥനായിരിക്കുന്ന ഗുരുവായിരിക്കുന്നത് ആ ഭഗവാന്റെ നൃത്തം. ഇവിടുന്ന് പഠിച്ചോളൂ. ഇവിടുന്ന് പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്നും പറ്റില്ല. ആദ്യതാളം വേണോ, മിശ്രതാപ്പ് വേണോ, രൂപകം വേണോ, ഏകതാളം വേണോ, ഒക്കെ അത് അവിടുന്ന് പഠിച്ചോളൂ. ഇനി ഏത് രാഗ വേണ്ടത്, അഠാണ വേണോ, അന്തഭൈരവി വേണോ, ഇതാ ഇവിടുന്ന് പഠിച്ചോളൂ. പാർവതിക്ക് സന്തോഷമായി. കാരണം എന്ത് താണ്ഡവമുണ്ട്, നടനമുണ്ട്, നാട്യമുണ്ട്, ലാസ്യമുണ്ട്, നൃത്തമുണ്ട്, നർത്തനമുണ്ട്. ഇങ്ങനെയാണ് നാടകത്തിൻ്റെ ആ കളിയുടെ ഭാവങ്ങൾ ഇങ്ങനെയാണ്. ഇങ്ങനെ പല തരത്തിലാണ്, വിവിധ തരങ്ങളായിട്ടുള്ള നൃത്തങ്ങളുണ്ട്. അത്ര ഇതെല്ലാം ഒരിടത്ത് താണ്ഡവമാണെങ്കിൽ അടുത്തടുത്ത് നടനമാണ്, മറ്റൊരിടത്ത് നാട്യമാണെങ്കിൽ മറ്റൊരിടത്ത് ലാസ്യമാണ്, ഒരിടത്ത് നൃത്തമാണെങ്കിൽ ഒരിടത്ത് നർത്തനമാണ്. ഇങ്ങനെയാണ് ഭഗവാന്റെ ലീലകളെ ഓരോന്നും ഇങ്ങനെ മാറി ചെയ്യുമ്പോൾ എല്ലാവരും മഹാദേവനും പാർവതിയും ബലേ കൃഷ്ണ എന്ന് അവിടുന്ന് വിളിച്ചു പറയും. കുട്ടികൾക്ക് നമ്മളിങ്ങനെ ബലേ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഉത്സാഹം കൂടും അല്ലേ. അപ്പം പിന്നെ ഈ വികൃതി കുടിക്കയുടെ കഥ പറയാനുണ്ടോ. അവിടുന്ന് അങ്ങനെ ആട്ടി മഹത്വ ശരിക്കും മനോഹരമായിരിക്കുന്ന ആ നൃത്ത പരിപാടികൾ അങ്ങനെ ഭംഗിയായി തളയും വളയും കിളുങ്ങുമാളകി തൻ പദപാണി താളമേളം. മനോഹരമായിട്ട് ആ നൃത്ത പരിപാടികൾ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ആനന്ദമായി. പക്ഷേ പ്ലാറ്റ്ഫോമിന് അത്ര സുഖമൊന്നുമില്ല. കാരണം കുഞ്ഞി കാലാണെങ്കിലും വലിയ ഇടികട്ടൊക്കെ ഇടിക്കും പോലെയാണ്. ഓരോ കാലങ്ങനെ കൊള്ളുന്ന സമയത്ത്
കണ്ണീന്ന് പൊന്നീച്ച വെക്കാന്നൊക്കെ പറയല്ലേ, പൊന്നീച്ച എന്നല്ല, വേറെ ഏതാണ്ട് ഈച്ചയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പല്ലൊക്കെ കൊഴിഞ്ഞു തുടങ്ങി, രക്തവും വിഷവും എല്ലാം പുറത്തേക്ക് അങ്ങനെ താടാൻ തുടങ്ങി. തച്ചിത്ര താണ്ഡവൊരു ഗണഭനാഥബദ്ധോ രക്തം മുഖൈരുവമൻ നിർവഭഗ്നഗാഥ സ്മൃത്വാ ചരാചരഗുരും പുരുഷം പുരാണം നാരായണം തം മരണം മനസാ ജഗാമ. അതിമനോഹരമായിട്ട് ഭഗവാനെ തന്നെ അങ്ങോട്ട് സ്മരിക്കാൻ തുടങ്ങി. മരണത്തിന് മുമ്പിൽ അങ്ങോട്ട് കണ്ടപ്പോ നാരായണം തം മരണം മനസാ ജഗാമ. അതേവരെ ഭഗവാനെ വിചാരിച്ചില്ല. മരണത്തിന് മുമ്പിൽ കണ്ടപ്പോ നാരായണ അനുഗ്രഹിക്കണേ എന്നങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും ഭഗവാൻ നൃത്തം പതുക്കെ ആക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ശരണാഗതി നമുക്കുണ്ടായാൽ മാത്രം മതി എന്ന് ഭാഗവതം പറഞ്ഞു തരുന്നു. ഏകന്താ നാഗപത്നിമാര് തൻ്റെ കുട്ടികളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മനോഹരമായിട്ട് സ്മരിച്ചു. കണ്ണാ, അവിടുന്ന് എൻ്റെ ഭർത്താവിൻ്റെ ആ അഹങ്കാരത്തിന് ഇല്ലായ്മ ചെയ്തുകൂടും. വളരെ ഭംഗിയായി. കാരണം എത്രയോ പേർക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം വിഷാക്കി മാറ്റിയില്ലേ. താനെന്ന് എൻ്റെ എന്നുള്ള ഭരണങ്ങളോട് കൂടിയിട്ട് എനിക്ക് മാത്രം ജീവിച്ചാൽ മതി. എൻ്റെ സുഖം, എൻ്റെ ജാതി, എൻ്റെ മതം എല്ലാം നമുക്ക് ഇങ്ങനെയല്ലേ എന്ന് കാണുന്നില്ലേ നമ്മൾ ഈ കോലാഹലങ്ങളൊക്കെ. കാളിയന്മാരെ കൊണ്ട് നിറഞ്ഞു നമ്മുടെ കൊച്ചു കേരളം പോലും. പിന്നെ ബാക്കി കഥകൾ പറയാനില്ലല്ലോ. എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ എല്ലാം 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 എനിക്ക് 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 എന്നുള്ള ഭാവം വരുമ്പോൾ അത്രയും ഭണങ്ങളങ്ങനെ വിടർത്തി അങ്ങനെ എല്ലാവരെയും നശിപ്പിക്കുന്ന രീതിയിൽ വിഷം ചീറ്റുമ്പോൾ അവരെ നശിപ്പിക്കാൻ നമ്മളെപ്പോലുള്ളവർക്കൊന്നും പറ്റില്ല. ആ പൊന്നുണ്ണി കണ്ണന് മാത്രമേ അത് സാധിക്കുള്ളൂ. ആ കണ്ണൻ ഒന്നുകൂടി അവതരിക്കണം എന്ന് പറയാം. ഇപ്പം എന്താ അവിടുത്തെ അനുഗ്രഹം അപരാധികൾക്ക് കൊടുക്കേണ്ട നല്ല ദണ്ഡം തന്നെയാണ് കണ്ണാ നീ കൊടുത്തത്. എന്നാലും ഞങ്ങളുടെ കുട്ടികൾക്ക് അച്ഛനില്ലാതെ കണ്ടാക്കരുത്, അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ നാഗപത്നിമാർ ഭഗവാന്റെ പാദങ്ങൾ വീണ് നമസ്കരിച്ചു. ഭഗവാൻ അനുഗ്രഹിക്കുക മാത്രമല്ല പറഞ്ഞത്, ആ അഹങ്കാരം വളരുമ്പോൾ ആത്മധർമ്മങ്ങളെ നിരസിക്കാൻ ഇടവരണു, തന്നെ മറന്നു പോകണു. അതാണ് അഹങ്കാരത്തിൻ്റെ പ്രത്യേകത. അഹങ്കാരമില്ലാതെ കണ്ടാവണം. ഇപ്പതാ എൻ്റെ പാദങ്ങൾ നിൻ്റെ ശിരസിൽ പതിഞ്ഞില്ലേ, അഹങ്കാരമൊക്കെ പോയി നീ പൊക്കുള്ളൂ രമണക ദ്വീപിലേക്ക്. എൻ്റെ പാദങ്ങൾ നിൻ്റെ ശിരസിൽ കാണുമ്പോൾ ആരും നിന്നെ ദ്രോഹിക്കില്ല, എല്ലാവരും നിന്നെ തൊഴുതിട്ട് പൊക്കുള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചതാ. ആ കാളിയമ്മയെ പറഞ്ഞയച്ചു. കാളിയമ്മയാർന്ന ആ ദുഷ്ട മനസ്സിൽ നിന്ന് മറ്റൊരാൾക്ക് ലക്ഷ്യം ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഈ കാളിയൻ അല്ലേ. കാളിയൻ്റെ അതിഗംഭീരമായിരിക്കുന്ന നൃത്ത പരിപാടികളാണ്. നമുക്കെല്ലാം ദുഃഖം ഉണ്ടാക്കണമെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാൻ ഒന്ന് മാത്രം മതി. കണ്ണനെ നിരന്തരം സ്മരിക്കുമ്പോൾ ഉള്ളിലുള്ള നമുക്ക് തന്നെ വിഷമുണ്ടാക്കുന്ന വിഷങ്ങൾ എത്രയാ, ചില്ലറയൊന്നല്ല അല്ലേ. നമ്മൾ തന്നെ വിഷമിക്കുന്നതെല്ലാം വേറെ ആരെങ്കിലും ചെയ്തിട്ടാണോ? കുളത്തിലുണ്ടാകുന്ന പായൽ കുളത്തിൻ്റെ ഭംഗി ഇല്ലാണ്ട് ആക്കണില്ലേ. ആരെങ്കിലും പായൽ കൊണ്ടിട്ടിട്ട് വേണോ കുളത്തിലേക്ക്? ആരെങ്കിലും നട്ടുപിടിപ്പിച്ചാൽ ആ കുളത്തിലേക്ക് നോക്കൂ. ആരെങ്കിലും നട്ടുപിടിപ്പിച്ചതാണോ? അതിൽ നിന്നുണ്ടായത് അതിൻ്റെ തന്നെ ഭംഗി ഇല്ലാണ്ട് ആക്കുന്നത് പോലെ നമ്മളിൽ നിന്നുണ്ടാകുന്ന അഹങ്കാരം നമ്മുടെ തന്നെ ആനന്ദത്തിനെ, നമ്മുടെ തന്നെ സുഖത്തിനെ മറച്ചു കളയണം. അപ്പോൾ അത് പോകണമെങ്കിൽ നമ്മളെ കൊണ്ട് ഈ അഹങ്കാരത്തിനെ കളയാൻ പറ്റില്ല. അതിനാ ഭഗവാനെ ഭജിക്കുന്നത്. ഭഗവാന്റെ തൃപ്പാദം ആ നമ്മുടെ ഉള്ളിൽ സ്മരിച്ചാലേ മതി. ഭഗവാൻ ചവിട്ടി താഴ്ത്തുമെന്ന് ആവശ്യമില്ല. പിന്നെ എന്തേ വേണ്ടു? ആ പദാരവിന്ദങ്ങളെ നമ്മൾ സ്മരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തിന് പൊങ്ങാൻ പറ്റാതെ ഉണ്ടാവും. അഹങ്കാരമാകുന്ന കാളിയൻ, ആ കാളിമയാകുന്ന കാളിയൻ പതുക്കെ 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 ധനം താത്തി താഴ്ത്തി വരുമ്പോൾ നമുക്ക് രമണകമായിട്ട് മാറും. നമ്മുടെ മനസ്സ് ലഭിക്കപ്പെടുന്നതായിരിക്കുന്ന ആനന്ദം അനുഭവിക്കുന്ന ആനന്ദ ചിത്തമായിട്ട് നമുക്ക് മാറും എന്ന് ഭാഗവതം കാണിച്ചു തരികയാണ്. ഇനിയും കണ്ണൻ്റെ ലീലകളാണ്. എവിടെ പറഞ്ഞു നിർത്താമെന്ന് എനിക്കറിയില്ല കേട്ടോ. പട്ടണത്തോളം പറയാമെന്നുള്ള ഒരു ഭാവത്തിൽ പോകുന്നതാണ്. പട്ടണത്തോളം നമുക്ക് പറഞ്ഞു പോവാം. ഇപ്പം നമുക്ക് നിർത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.